മധുരമാക്കിയ ദൈവം. എൻ്റെ ഇന്നത്തെ ഇത് നോക്കുകയാണെങ്കിലും ഞാൻ ഇന്ന് വചനവുമായിട്ട് നിൽക്കുന്നതും ആ ഒരു അവസ്ഥയിൽ മീൻസ് ആ ഒരു അവസ്ഥയിലൂടെ കയറി ഇറങ്ങി ദൈവമക്കളോട് സംസാരിക്കാൻ വേണ്ടിയാണ്. കാരണം ഞാന് ഈ ഒരു മീറ്റിംഗ് എനിക്ക് പാസ്റ്റർ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ ഡേറ്റ് ചോദിച്ചു, ഡേറ്റ് കൊടുക്കാൻ തക്കണം ദൈവം സഹായിച്ചു. പെട്ടെന്ന് തന്നെ എനിക്ക് എമർജൻസി ആയിട്ട് ഒരു 2 വീക്സ് നാട്ടിലേക്ക് കടന്നു പോകേണ്ട ഒരു ആവശ്യം കടന്നു വന്നു. അപ്പം അതിനു മുമ്പായിട്ട് ഞാൻ അല്പസമയം ഈ ഒരു മീറ്റിങ്ങിനെ ഉദ്ദേശിച്ച് പ്രാർത്ഥിക്കാൻ തക്കണിടയായി. ആ സമയത്ത് എന്നോട് പിതാവ് ശക്തമായിട്ട് ഒരു വചനത്തിലൂടെ ഇടപെട്ട് ഞാൻ ഏകദേശം വചനം എല്ലാം റെഡിയാക്കി പ്രിപ്പയർ ചെയ്തിട്ടാണ് നാട്ടിലേക്ക് കടന്നു പോയത്. കാരണം നാട്ടിലേക്ക് കടന്നു പോയ ചില പേഴ്സണൽ ഇഷ്യൂവിന്റെ ചില കാര്യങ്ങൾ കൊണ്ടാണ്. അപ്പം നാട്ടിൽ ചെന്നാൽ സമയം കിട്ടത്തില്ല, കാരണം 15 ദിവസമേ ഉള്ളൂ, ഓടി തീർക്കണം. അതുകൊണ്ട് തന്നെ ഒരു വചനം എല്ലാം പ്രിപ്പയർ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടാണ് ഞാൻ നാട്ടിലേക്ക് കടന്നു പോയത്. പക്ഷെ നാട്ടിൽ ചെന്നപ്പോഴും വചനമൊക്കെ ഇടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നെങ്കിൽ പോലും അതിൽ തന്നെ ഉറച്ചു നിന്നു. പക്ഷെ ഇന്നലെ കുവൈറ്റിന്റെ പ്രദേശത്തേക്ക് തിരിച്ചു വരാൻ തക്കണം ദൈവം സഹായിച്ചു. വന്ന് ഞാൻ അല്പം ഒന്ന് സെറ്റായതിനു ശേഷം വീണ്ടും അല്പസമയം ദൈവസന്നിധിയിൽ ഇരുന്ന് കർത്താവ് ഇന്നത്തെ മീറ്റിങ്ങിന് വേണ്ടി എന്താ ദൈവമക്കളുമായിട്ട് ഷെയർ ചെയ്യേണ്ടത്, ഇന്നെന്താ ഞാൻ ഷെയർ ചെയ്യേണ്ടതെന്ന് കർത്താവിനോട് ചോദിച്ച സമയത്ത് ആ ഒരു ബുക്ക് അടച്ചു വെക്കുന്ന പോലെ തന്ന വചനം എന്നെടുത്ത് അടച്ചു വെക്കാൻ പറഞ്ഞു. ശേഷം ഒരൊറ്റ വാക്യം എടുത്ത് പറഞ്ഞു, നീ ഇത് സംസാരിക്കണം. എല്ലാരും ഞാനപ്പം പെട്ടെന്ന് കർത്താവ് വിളിച്ച്, കർത്താവെ നമ്മളെല്ലാം പ്രിപ്പയർ ആയി റെഡിയായി നിൽക്കുമല്ലേ, അതല്ലേ സംസാരിക്കണ്ടേ? പറഞ്ഞല്ല, ഞാൻ പറഞ്ഞത് നീ സംസാരിക്കണം, അത് മാറ്റി വെക്കുക എന്നൊക്കെ എൻ്റെ അടുത്ത് പറയാൻ ഇടയായി. ഇന്നലെ എൻ്റെ അടുത്ത് ദൈവം ശക്തമായിട്ട് ഇടപെട്ട ഒരു വാക്യമാണ് ഇന്ന് ദൈവമക്കളോട് ഞാൻ ഷെയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇന്ന് വരെ ഞാൻ ഔട്ട്സൈഡില് ഞങ്ങൾ നടത്തുന്ന സൂം മീറ്റിംഗിൽ എന്റെ സാക്ഷ്യങ്ങളൊക്കെ അറിയാം. പക്ഷെ ഇന്ന് വരെ എന്റെ സാക്ഷ്യങ്ങൾ ഞാൻ ഷെയർ ചെയ്തിട്ടില്ല. വചനവുമായിട്ട് ശക്തമായി നിൽക്കും, വചനം പറയും, ചെറിയ ചെറിയ സാക്ഷ്യങ്ങൾ പറഞ്ഞ് ഞാൻ ആ ഒരു വചനം ക്ലോസ് ചെയ്യാണ് പതിവ്. പക്ഷെ ഇന്ന് ശക്തമായിട്ട് കേട്ടോ, നിന്റെ സാക്ഷ്യം ഇന്ന് മീറ്റിംഗിൽ പറയണം. ഞാനപ്പോ പിതാവേ സാക്ഷ്യമല്ലല്ലോ, കാരണം ഫാസ്റ്റിംഗ് പ്രെയർ അല്ലേ, എന്തായിരിക്കും വചനത്തിലൂടെ ഇടപെട്ടത്? ഇല്ല, നീ നിന്റെ സാക്ഷ്യം പറയാനാണ് കർത്താവിനോട് ഇടപെട്ടത്. സാക്ഷ്യം ഞാൻ ദൈവമക്കളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് തന്നെ ഓർത്ത് പ്രാർത്ഥിക്കുക. നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഹല്ലേലൂയ, സ്തോത്രം കർത്താവേ. വാഴ്ത്തങ്ങൾ വിശ്വസ്ത നീതിമാനുമായ പിതാവേ, അപ്പാ എന്റെ അപ്പന്റെ പാദപീഠത്തിൽ അല്പസമയം ഇരിപ്പാൻ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ നന്മയ്ക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രത്യേക മീറ്റിങ്ങിനെ അപ്പന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവെ, വാസത്തിന്റെ 11ാമത്തെ ദിവസം രാവിലെ കർത്താവെ അങ്ങയുടെ സന്നിധി ഞങ്ങൾ ഒരു മനസ്സോടെ ആയിരിക്കുമ്പോൾ കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷ ചെയ്യുവാൻ തൊക്കണം, സഹായിക്കണം. പരിശുദ്ധാത്മാവെ അങ്ങ് ഇടപെടണം. ഒരു വാക്കു പറയുവാനോ കർത്താവെ അത് ദൈവം പ്രവർത്തിപ്പാനോ നീ സമ്മതിക്കരുത്. സകല നിയന്ത്രണം കർത്താവെ പരിശുദ്ധ ാവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. കർത്താവ് വചനം കേൾക്കുന്ന കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലും കർത്താവ് അത് എന്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരണം. സകലവും പിതാവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥന ഇട്ടിക്കുക. സ്തോത്രം താഴ്മ അപേക്ഷിക്കുന്നു. കുറിയുടെ കേൾക്കുമാറാമേ. ആമേൻ ആമേൻ. അതുപോലെ തന്നെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വർഷിപ്പ് ചെയ്യാൻ കേൾക്കുവാൻ തക്കണം ഉഷാസിന്റെ കർത്താവ് എടുത്തു ഉപയോഗിച്ചല്ലോ, അതിനായി സ്തോത്രം ചെയ്യുന്നു അല്ലെ. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട എല്ലാ മുഴങ്കാൽ മടക്കും ശ്രീയേശു നാമം, അതിശയ നാമം അല്ലെ, അതിൽ തന്നെ ഉണ്ട്. സത്യം പറഞ്ഞാൽ ഇന്നൊരു വചനത്തിന്റെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം നമ്മുടെ അപ്പനെ പറ്റി പറയാവുന്ന മാക്സിമം സാക്ഷ്യങ്ങൾ ഇതിനോടകം നമ്മൾ കേട്ട് കഴിഞ്ഞു, വചനമായിട്ടും വർഷിപ്പായിട്ടും കേട്ട് കഴിഞ്ഞു. കാരണം പിതാവിന്റെ അത്ഭുത പ്രവർത്തികൾ മാറായ മധുരമാക്കിയ ദൈവം അല്ലെ. നമുക്കറിയാം തന്റെ മക്കൾ വരുന്നുണ്ടെന്ന് ഞാൻ ജസ്റ്റ് അത് മാത്രം ഒന്ന് ടച്ച് ചെയ്ത് പോകാൻ ആഗ്രഹിക്കുന്നു. തന്റെ മക്കൾ ആ മരുഭൂമിയിൽ കൂടി കടന്നു വരുന്നുണ്ട് എന്ന് കർത്താവിനറിയാം. കാരണം കർത്താവാണ് ആ കുഞ്ഞുങ്ങളെ അതിൽ കൂടെ കയറ്റി വിട്ടത് അല്ലെ. പക്ഷേ കർത്താവിന് എന്ത് ചെയ്യാമായിരുന്നു? അവർ വരുന്നതിന് മുമ്പേ തന്നെ അതിനെ മധുരമാക്കി വെക്കാമായിരുന്നു അല്ലെ. പക്ഷെ അത് ചെയ്യാതെ തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ഒരു ദൈവം അല്ലെ. ആ മാറയെ മധുരമാക്കും. ഒരിക്കലും തന്റെ മക്കൾക്ക് വെള്ളം കൊടുക്കാതെ, ഒരു അനുഗ്രഹം പ്രാപിക്കാതെ ഇന്ന് വരെ ആരും നശിച്ചു പോയിട്ടില്ല. ദൈവത്തെ വിശ്വസ്തയോടെ വിളിച്ചു നിൽക്കുന്ന, നമ്മുടെ പിതാവിനെ വിശ്വസ്തയോടെ വിളിച്ചു നിൽക്കുന്ന ദൈവജനത്തിന്റെ മധ്യത്തിൽ അത്ഭുതമായി കർത്താവ് അന്നും ഇറങ്ങിയിട്ടുണ്ട്, ഇന്നും ഇറങ്ങും, നാളെയും ഇറങ്ങും അല്ലെ. 2000 വർഷങ്ങൾക്ക് മുമ്പുള്ള ദൈവം, അതേ പവർഫുൾ ദൈവത്തെ തന്നെയാണ് നമ്മൾ ഇന്നും വിളിക്കുന്നത്. നമുക്ക് വേണ്ടി ജീവനോടെ അല്ലെ ഉയർത്തെഴുന്നേറ്റ് ജീവനോടെ ഇന്നും നമ്മുടെ കാര്യങ്ങളിൽ ഇടപെട്ട് നമ്മുടെ ആവശ്യ ഭാരങ്ങൾ കണ്ടറിയുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ വിളിക്കുന്നത്. അതുകൊണ്ട് ദൈവമക്കളെ, ഈ ഫാസ്റ്റിംഗ് പ്രേയർ നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട് അല്ലെ. പലപ്പോഴും നമ്മൾ ചോദിക്കും, കർത്താവെ ഞാൻ ഉപവസിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവവേലയ്ക്ക് കൊടുക്കേണ്ട കൈത്താങ്ങൾ കൊടുക്കുന്നുണ്ട്, പക്ഷെ എന്താ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയെന്ന് ആരെങ്കിലും ഹൃദയഭാരത്തോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ദൈവമക്കളെ, എനിക്കൊന്ന് നിങ്ങളോട് സാക്ഷ്യമായി പറയാൻ പറ്റും. നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമ്മളെ തള്ളിക്കളഞ്ഞിട്ട് മാറി നിൽക്കുന്ന ഒരു ദൈവത്തെ അല്ല നമ്മൾ വിളിക്കുന്നത്. നമ്മുടെ കൂടെ ശക്തമായി നിന്ന്, മോളെ ഞാൻ നിനക്കുണ്ട്, ഈ ലോകത്തിൽ നിന്നെ ആരൊക്കെ ഉപേക്ഷിച്ചാലും ആരൊക്കെ തള്ളിക്കളഞ്ഞാലും മനുഷ്യർ നിന്ന ചൊല്ലിയാലും മനുഷ്യർ കൊള്ളത്തില്ല എന്ന് പറഞ്ഞു മാറ്റി
വെച്ചാലും നിന്റെ കുറവുകളെ, ബലഹീനതകളെ കണ്ട് സ്നേഹിക്കുന്ന ഒരു പിതാവായി ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് ശക്തമായി ഈ നിമിഷം കർത്താവ് ശക്തമായി ഇടപെടുക. ചില വ്യക്തി ജീവിതം കൊണ്ട് ശക്തമായി പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ഈ ലോകത്തിൽ നിങ്ങൾക്ക് ആശ്രയമായി ആരും കാണത്തില്ല. ആശ്രയിക്കും എന്ന് വിശ്വസിച്ച പല വ്യക്തി ജീവിതങ്ങളും ഇന്ന് നിങ്ങളെ തള്ളിക്കളഞ്ഞൊരു അവസ്ഥയിലാണ് നിങ്ങൾ ഇന്ന് മീറ്റിംഗിലായിരിക്കുന്നെങ്കിൽ ദൈവമക്കളെ ശക്തമായി പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഒരു വലിയ വിടുതല ചെയ്യും. മാറയുടെ മുന്നിൽ ചെന്നു അല്ലെ, ആ വെള്ളത്തിന്റെ മുന്നിൽ തന്റെ ജനം ചെന്നു അല്ലെ. വരുമ്പോ തന്നെ മധുരമാക്കി വെക്കാൻ കപ്പാസിറ്റി ഇല്ലാഞ്ഞിട്ടല്ല, ചില മാറകൾ നമ്മുടെ ജീവിതത്തിലുള്ളത് സാക്ഷ്യമായി തീരാനല്ലേ. ആ ജനത്തിന്റെ മുന്നിൽ ദൈവം ആരാന്നും ജീവനുള്ള ദൈവത്തെ തന്നെ അവർ വിശ്വസിച്ച് ഇറങ്ങി വന്നതെന്ന് ഒരു തെളിവിനായിട്ട് തന്നെയാണ് കർത്താവ്, ഒരു സാക്ഷ്യത്തിനായിട്ട് തന്നെയാണ് കർത്താവ് മാറയെ അവിടെ നിർത്തിയെങ്കിൽ ദൈവമക്കളെ, ഇന്ന് എന്റെയും നിങ്ങളുടെ ജീവിതത്തിലുള്ള ചില പ്രശ്നങ്ങൾ, കഷ്ടതകൾ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് അനുവദിക്കുന്നത് നമ്മളെ ഉപേക്ഷിക്കാനല്ല, നമ്മളെ തള്ളിക്കളയാനല്ല, ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, കൂടുതൽ കൊണ്ടല്ലേ. കാരണം നമുക്കറിയാലോ, നമ്മള് സ്കൂളിൽ എല്ലാവരും പഠിച്ചവരാ. അങ്ങനെ നോക്കുമ്പം ചില ടീച്ചർമാരുടെ നമ്മൾ സ്വഭാവം നോക്കുകയാണെങ്കിൽ ടീച്ചർമാർ സ്നേഹിക്കുന്ന കുഞ്ഞുങ്ങളെ കൂടുതൽ ശിക്ഷിക്കും അല്ലെ. അവർക്ക് 2 അടി കൂടുതൽ കൊടുക്കും. ഒരു കണക്ക് തെറ്റിച്ചാൽ, ഒരു ഹോംവർക്ക് തെറ്റിച്ചാൽ 2 അടി കൂടുതൽ കൊടുക്കും. ഒരിക്കലും അവരുടെ സ്നേഹമില്ലാഞ്ഞിട്ടല്ല, സ്നേഹ കൂടുതൽ കൊണ്ടാ. കാരണം നല്ല റിസൾട്ട് അവർ റിസീവ് ചെയ്യണം, അവരുടെ ഫ്യൂച്ചർ സെറ്റ് ആവണം എന്ന് പറഞ്ഞ് പല ടീച്ചേഴ്സും താൻ സ്നേഹിക്കുന്ന കുഞ്ഞുങ്ങളെ കൂടുതൽ ശിക്ഷിക്കുന്നത് പോലെ ഈ ദിവസങ്ങളിൽ ചില പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് തന്നിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും നമ്മളെ നശിപ്പിക്കാനോ തള്ളിക്കളയാനോ അല്ല, നാളെ ഒരത്ഭുത സാക്ഷ്യമായി കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മളായി നിൽക്കുവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവസന്നിധി നമ്മളായിരിക്കുന്നിടത്ത് കർത്താവിനോട് പറയാം, പരിശുദ്ധാത്മാവേ എന്നോട് സംസാരിക്കണം, എൻ്റെ ജീവിതത്തിൽ എന്ത് കുറവശമുണ്ടോ അതെന്നോട് സംസാരിക്കണം, ഞാൻ തിരുത്തുവാൻ തയ്യാറാ, എൻ്റെ പിതാവിന്റെ ഹിതപ്രകാരം ഞാൻ ജീവിക്കുവാൻ തയ്യാറാ, ഞാൻ എന്താ ചെയ്യണ്ടേ? ആ ഒരൊറ്റ ക്വസ്റ്റ്യൻ മതി നമ്മുടെ പിതാവിന്, എന്താ ചെയ്യണ്ടേ, അടിയനിതാ അല്ലെ. നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുക, കർത്താവേ ഞാൻ അങ്ങനെ തന്നെ ഏൽപ്പിക്കുക, എനിക്ക് എന്താ ഞാൻ എന്താ അപ്പന് വേണ്ടി ചെയ്യേണ്ടത്, അപ്പൻ എന്നെ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാവുകയാണെങ്കിൽ വലിയ വിടുതന്നെ ഇന്ന് പകൽക്കാലം കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തെടുക്കുക തന്നെ ചെയ്യും. ഞാൻ ആക്ച്വലി ഈ ഒരു വചനവുമായിട്ടല്ല വന്നത്, പക്ഷെ പാസ്റ്റർ പറഞ്ഞതിന്റെ രീതിയിൽ തന്നെ ശക്തമായിട്ട് ആ ഒരു വിഷയത്തിലേക്ക് ഒന്ന് കൈവെക്കുവാൻ ഇടയാക്കിയതിന്റെ ബേസിലാണ് ഞാൻ സംസാരിച്ചത്. എന്നിരുന്നാലും കർത്താവ് ഇന്ന് വലിയവയെ ചെയ്യുമെന്ന വിശ്വാസത്തോടെ നമുക്ക് വചനത്തിലേക്ക് കടക്കാം. ഇന്ന് കർത്താവ് എന്നോട് ഇടപെട്ട ഒരൊറ്റ വാക്യം യെശയ്യാവ് 64:8. യെശയ്യാവ് 64:8. എങ്കിലും യഹോവേ, നീ ഞങ്ങളുടെ പിതാവ്, ഞങ്ങൾ കളിമണ്ണും നീ ഞങ്ങളെ മെനയുന്നവനും ആകുന്നു, ഞങ്ങൾ എല്ലാവരും നിന്റെ കൈപ്പണി അത്രേ. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ടൊരു വചനം അല്ലെ. ഈ വചനം കേൾക്കുമ്പോൾ എല്ലാവർക്കും കാണാപ്പാടം അറിയാവുന്നതാണ് കുശവന്റെ കയ്യിലെ കളിമണ്ണിനെ പറ്റിയും അത് മെനയുന്നതിനെ പറ്റിയും എല്ലാം. ഈച്ച് ആൻഡ് എവറിത്തിങ്സ് നമ്മൾ ഒരുപാട് ശക്തമായ ദൈവദാസന്മാർ കേട്ടും പറഞ്ഞും നമ്മുടെ ജീവിതത്തിൽ അനുഭവത്തിൽ കൂടി നമ്മൾ കടന്നു പോകുന്നൊരു വാക്യമാണല്ലേ. കുശവന്റെ കയ്യിലെ കളിമണ്ണ്. നമ്മൾ ഇന്ന് ആയിരിക്കുന്ന അവസ്ഥയല്ലേ. ഈ ഒരു കാര്യം നിങ്ങളുടെ ഹൃദയത്തിൽ കൂടി കടന്നു പോയതുപോലെ തന്നെ ഇന്നലെ എന്റെ ഹൃദയത്തിൽ കൂടി കടന്നു പോയിട്ട് ഞാൻ കർത്താവോട് ചോദിച്ചൊരു ചോദ്യം, കർത്താവേ അപ്പ ഇതെല്ലാവർക്കും അറിയാവുന്ന വചനമാ, എനിക്കും അറിയാം, ഞാൻ ഇതിൽ നിന്ന് എന്തുവാ സംസാരിക്കണ്ടേ, ഇത് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ എന്ന് പറഞ്ഞപ്പോ ശക്തമായിട്ട് ഇടപെട്ട ഒരു വാക്യം ഇതാ, മോളെ ഇത് തന്നെ നീ പറയണം. കാരണം ഇന്ന് കുശവന്റെ കയ്യിലെ കളിമണ്ണാന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ജീവിതത്തിൽ ആ കളിമണ്ണായ നമ്മളെ കൊണ്ട് കർത്താവ് എന്താ ആഗ്രഹിക്കുന്നതെന്ന് ചില വെളിപ്പാടുകൾ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ റിയലൈസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ചില കഷ്ടതകൾ, പ്രയാസങ്ങൾ സാരമില്ല, നിസ്സാരമെന്ന് എണ്ണുവാൻ തക്കോണം ഇടയാകും. അതിനായിട്ട് തന്നെയാണ് പരിശുദ്ധാത്മാവ് ഈ ഒരു വാക്യം നമ്മളിലൂടെ ഇടപെടുന്നത്. അതുപോലെ തന്നെ ഞാൻ ഒരു വാക്യൂടെ വായിച്ചോട്ടെ. യിരെമ്യാവ് 18:4. കുശവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം അവന്റെ കയ്യിൽ ചീത്തയായിപ്പോയി, എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. അതിന് തന്നെ 6. യഹോവയുടെ അരുളപ്പാട്, ഇസ്രായേൽ ഗൃഹമേ, കളിമണ്ണ് കുശവന്റെ കയ്യിൽ ഇരിക്കുന്നത് പോലെ നിങ്ങൾ എന്റെ കയ്യിൽ ഇരിക്കുന്നു. ആമേൻ. നമുക്കറിയാം, നമുക്ക് ജസ്റ്റ് കളിമണ്ണിനെ പറ്റി നോക്കുവാണെങ്കിൽ അല്ലെ, ക്ലേയെ പറ്റി നമ്മൾ നോക്കുവാണെങ്കിൽ അത് കളിമണ്ണ് എന്ന് പറഞ്ഞ് അവിടെ എങ്ങും നിക്ഷേപിച്ചിട്ടില്ല അല്ലെ. ആ ഒരു കളിമണ്ണ് വേർതിരിച്ചെടുക്കാൻ ഒരുപാട് മിക്സ് മണ്ണുകളുടെ കൂടെ കിടക്കുന്ന ഒരു സാഹചര്യമാണ് കളിമണ്ണായിരിക്കുന്നത്. ആ കളിമണ്ണില് അത് ചില പ്രോസസ്സിൽ കൂടി കടന്നു പോയതിനു ശേഷമാണ് അത് കളിമണ്ണായിട്ട് കൺവേർട്ട് ആകുന്നത് അല്ലെ. പെട്ടെന്ന് ഓടിപ്പോയി
കുശവൻ ഓടിപ്പോയി ആ മണ്ണ് മൊത്തം ഇങ്ങോട്ട് വാരി എടുത്തോണ്ട് വന്ന് ഒരു പാത്രം പണിയല്ല. ദൈവമക്കളെ, ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. നമ്മുടെ ജീവിതത്തിൽ എന്താ സംഭവിച്ചത്? നമ്മൾ മിക്സായി കിടക്കായിരുന്നു അല്ലെ? കർത്താവ് നമ്മളെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ പേർ ചൊല്ലി വിളിച്ച് നമ്മളെ വേർതിരിച്ചുവെങ്കിലും നമുക്ക് പലപ്പോഴും നമ്മുടെ വിളി മനസ്സിലാക്കാതെ പലതിനോടും നമ്മൾ മിക്സായി, എന്തിനാ താൻ ജനിച്ചത്, താൻ എന്തിനാ ആയിരിക്കുന്നത് പോലും മനസ്സിലാക്കാതെ പലപ്പോഴും നമ്മളായിരുന്ന ഒരു കാലഘട്ടം നമ്മുടെ ജീവിതത്തിലുണ്ട്. ആ കാലഘട്ടത്തിൽ നിന്ന് കർത്താവ് നമ്മളെ വേർതിരിച്ചെടുത്തല്ലേ? നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു കുശവനെ പറ്റി നമ്മൾ എപ്പോഴും കളിമണ്ണിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കും. കളിമണ്ണ് എന്താ പറയാ, ഒരു പാത്രമായി മെനഞ്ഞു, അതിന് ഒരുപാട് പ്രശ്നങ്ങൾ കടന്നു വന്നു, ഒന്ന് കുഴച്ചു, വേദനിപ്പിച്ചു, നമ്മൾ അതിന്റെ ചൂട് കൊടുത്തു എന്ന് പല രീതിയിലും പറഞ്ഞ് നമ്മൾ കളിമണ്ണിനെ പലപ്പോഴും സപ്പോർട്ട് ചെയ്ത് നമ്മൾ സംസാരിക്കുമ്പോൾ ആ കുശവനെ പറ്റി നമുക്കൊന്ന് നോക്കാം. കുശവനെ പറ്റി നോക്കുവാണെങ്കിൽ അല്ലെ, ആ കുശവന്റെ പുറയിലുള്ള കഷ്ടപ്പാട്, കുശവൻ വേണമെങ്കിൽ ചുമ്മാതിരിക്കാമായിരുന്നു. പക്ഷേ ആ ഒരു കളിമണ്ണ് തെരഞ്ഞെടുക്കാൻ വേണ്ടി ആ കുശവൻ ചെയ്യുന്ന ചില പ്രോസസ്സുകളുണ്ടല്ലേ, ഓടിച്ചെന്ന് അതിന് സമയം കണ്ടെത്തി ആ ഒരു തനിക്കൊരു ആഗ്രഹം, അത് നല്ലൊരു പാത്രമാക്കണം, ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു കുശവന്റെ കയ്യിൽ അല്ലെ പാത്രമാക്കി മാറ്റണം എന്ന് ആദ്യം കുശവൻ എന്താ ചെയ്യുന്നത്? ഹൃദയത്തിനകത്ത് ഒരു കമ്മിറ്റ്മെന്റ് എടുത്തു. ഫസ്റ്റ് സ്നേഹിച്ചു, എനിക്കൊരു പാത്രം ഉണ്ടാക്കണം എന്ന ആഗ്രഹത്തോടെ പോയി ചില മണ്ണുകൾ തെരഞ്ഞെടുത്തല്ലേ. അതിൽ നിന്ന് ആ മണ്ണ് കൊണ്ടുവന്നെങ്കിൽ പെട്ടെന്ന് പാത്രം പണിയുവാണ്? അല്ല. ചില പ്രോസസ്സുകൾ അല്ലെ, നമ്മൾ ആ ഒരു മണ്ണിൽ നിന്ന് മൊത്തത്തിൽ കളിമണ്ണിലേക്ക് നമ്മൾ ചേഞ്ച് ആക്കുക നമ്മൾ നോക്കുവാണെങ്കിൽ ഏതാണ്ട് ഒരു 6-7 പ്രോസസ്സിൽ കൂടി കടന്നതിന് ശേഷമാണ് ടോട്ടലി നല്ലൊരു പാത്രം പണിയുവാൻ തക്കമുള്ള ഒരു കളിമണ്ണാക്കി കൺവേർട്ട് ആക്കുന്നത് അല്ലെ. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലും അത് തന്നെയല്ലേ നടന്നത്? ആ കുശവൻ വന്ന്, നമ്മുടെ പിതാവ് വന്ന്, നമ്മൾ മിക്സായി കിടന്ന ചില സാഹചര്യങ്ങളിൽ നിന്ന് നമ്മളെ അരിച്ചു മാറ്റി, ആവശ്യമില്ലാത്ത ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റി നമ്മളെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഒരു പാത്രത്തിന് യോഗ്യമായ മണ്ണാക്കി നമ്മളെ തീർത്തിട്ടുണ്ടെങ്കിൽ അത് കുശവനോട് അല്ലെ ഈ ദിവസങ്ങളിൽ നമുക്കുണ്ടാകുന്ന ഒരു കമ്മിറ്റ്മെന്റ്, അത് ആ കുശവനോട് നമുക്കൊരു സ്നേഹം തോന്നല്ലേ. നമ്മുടെ കുശവൻ ആരാ? നമ്മളെ സൃഷ്ടിച്ച നമ്മുടെ പിതാവാ അല്ലെ. നമ്മൾ ഇന്ന് വരെ നമ്മൾ സ്നേഹിച്ചിട്ടുണ്ടോ? നമ്മൾ ആ കുശവന്റെ സൈഡിൽ നിന്ന് അല്ലെ നമ്മുടെ പിതാവിന്റെ സൈഡിൽ നിന്ന് നമ്മളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളെ എന്ത് മാത്രം അദ്ദേഹം സ്നേഹിക്കുന്നുണ്ട് അല്ലെ. നമ്മളെ ഉപേക്ഷിക്കാമായിരുന്നു. ആ കളിമണ്ണിനോട് ചോദിച്ചാൽ പറയും, ഒരു യോഗ്യതയുമില്ല, പല മനുഷ്യരും ചവിട്ടിക്കളയേണ്ട മണ്ണായിരുന്നു ഞാൻ. പക്ഷേ എന്റെ പിതാവ് എന്റെ അടുത്ത് വന്ന്, നമ്മൾ നോക്കുവാണെങ്കിൽ ഒരിക്കലും കളിമണ്ണ് കുശവന്റെ അടുത്തേക്ക് വരുന്നില്ല അല്ലെ. നമ്മൾ നോക്കുവാണെങ്കിൽ ഒരിക്കലും കളിമണ്ണ് നമ്മളെ തേടി കുശവന്റെ അടുത്തേക്ക് വരുന്നില്ല. കുശവനാണ് പോയി ആ കളിമണ്ണ്, ആ ഒരു മണ്ണ് പോയി സെലക്ട് ചെയ്തെടുക്കുന്നത്. ദൈവമക്കളെ, നമ്മുടെ ജീവിത അനുഭവം അത് തന്നെയല്ലേ? നമ്മളാണോ തേടി വന്ന? അല്ല. നമ്മൾ നാശത്തിൽ കിടന്നു, കുഴിയിൽ കിടന്നു, പാപത്തിൽ കിടന്നു, ഒന്നിനും കൊള്ളാതെ ചേറ്റിൽ കിടന്ന നമ്മളെ നമ്മുടെ കുശവൻ തേടി വന്നു. എന്താ ആഗ്രഹം? എനിക്ക് മനോഹരമായൊരു പാത്രം ഉണ്ടാക്കണം, ആ പാത്രത്തിൽ കൂടെ അനേകര് സന്തോഷിക്കണം എന്ന് പറഞ്ഞ് നമ്മുടെ പിതാവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് നമ്മളെ സ്നേഹിച്ച് ഇത്രത്തോളം നിർത്തിയിട്ടുണ്ടെങ്കിൽ ദൈവമക്കളെ, നമ്മൾ ഈ ദിവസങ്ങളിൽ എന്തുമാത്രം സ്തുതിച്ചാൽ പറ്റും, എന്തുമാത്രം ദൈവത്തെ ആരാധിച്ചാൽ പറ്റും അല്ലെ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ഒരു ആയുസ് പോരെ. എപ്പോഴും ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ചെറുപ്രായത്തിൽ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തന്ന അനുഗ്രഹങ്ങളും ബ്ലെസ്സിങ്സും നമ്മൾ നോക്കുവാണെങ്കിൽ, മാന്യതകൾ നോക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു 70-80 വയസ്സൊന്നും പോരാ. ഇപ്പത്തെ കാലത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ അത്രയൊന്നും പോകത്തില്ല. മാക്സിമം ഒരു 50 വയസ്സ് വരെ പോകത്തുള്ളൂ. പക്ഷേ ദൈവകൃപയെ നമ്മൾ നോക്കുവാണെങ്കിൽ ആ ആയുസ് പോരാ അല്ലെ. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് തന്ന ഓരോ സെക്കൻഡ്സ് മിറാക്കിൾ ചെയ്ത് നമ്മളെ അത്ഭുതകരമായി നടത്തുന്ന ഒരു ദൈവമല്ലേ. ആ കുശവൻ എന്താ ചെയ്യുന്നത്? ചില പ്രോസസ്സുകൾ നടത്തി അനുഗ്രഹിക്കപ്പെട്ട ഫസ്റ്റ് ഒരു മണ്ണാക്കി മാറ്റും അല്ലെ. ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചതല്ലേ. പലരും നമ്മളെ തള്ളിക്കളഞ്ഞു, ചവിട്ടിക്കളയാൻ കൊണ്ട് വെളിയിൽ കളഞ്ഞത് നമ്മളെ അല്ലെ. ആർക്കും വേണ്ട, നിന്നെ കൊണ്ട് പ്രയോജനമില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞെടുത്തുന്ന ആ കുശവൻ നമ്മളെ തേടിയെടുത്തത്. ഈ ദിവസങ്ങളിൽ എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു കുശവൻ കയ്യിൽ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കപ്പെട്ട പാത്രമാക്കി തീർക്കുക തന്നെ ചെയ്യും. അനുഗ്രഹിക്കപ്പെട്ട പാത്രമാക്കി തീർക്കും. അത് അനേകർക്ക് പ്രയോജനപ്പെടുന്ന അനുഗ്രഹിക്കപ്പെട്ട പാത്രമാക്കി തീർക്കും. പക്ഷെ ഒന്ന് മാത്രമുണ്ട്, പിറുപിറുപ്പില്ലാതെ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എന്താ പറ്റുന്നത്? നമ്മൾ ആ കുശവനെ പറ്റി ചിന്തിക്കാതെ, നമ്മൾ എന്തിനാ കണ്ടേക്കുന്നതെന്ന് മനസ്സിലാക്കാതെ ആ പാത്രമായി നിന്ന് നമ്മൾ എന്താ പറഞ്ഞത്? നമ്മുടെ കഷ്ടപ്പാടുകളും നമ്മുടെ പ്രതിസന്ധികളും മാത്രമാ പറഞ്ഞല്ലേ. നമ്മൾ നോക്കുവാണെങ്കിൽ ആ കുശവൻ കൊണ്ടുവന്ന് നല്ലൊരു പാത്രമാക്കി അല്ലെ, ആ ഒരു വേണ്ട രീതിയിൽ വെള്ളം ഒഴിച്ച് നല്ല മയത്തിലാക്കും അല്ലെ. നമ്മളെയൊക്കെ സ്വഭാവം നോക്കുവാണെങ്കിൽ, ഞാൻ എന്നെ തന്നെ പറ്റി പറയാം, എന്റെയൊക്കെ സ്വഭാവം നോക്കുവാണെങ്കിൽ ഒരൊറ്റ വെട്ട് 2 മുറി എന്ന് പറഞ്ഞ് വളരെ ദേഷ്യക്കാരിയായിരുന്നു ഞാൻ.
പക്ഷേ എന്റെ ജീവിതത്തിൽ കർത്താവ് ഒരുപാട് മാറ്റങ്ങൾ തന്നു, ഒരുപാട് ചേഞ്ചസുകൾ തന്നു. എന്നോട് ആരും സംസാരിക്കത്തില്ലായിരുന്നു, കാരണം എന്റെ സാഹചര്യങ്ങൾ അങ്ങനെയായിരുന്നു. കാരണം പേടിയായിരുന്നു, എങ്ങനെ പ്രതികരിക്കുമെന്ന് പോലും അറിയാതെ ഒരു അവസ്ഥയിൽ കൂടി കടന്നുപോയ ഒരു കാലഘട്ടമുണ്ട്. പക്ഷേ കർത്താവ് കുറച്ച് വെള്ളം ഒഴിച്ച് എന്നെ ആദ്യം മയപ്പെടുത്തി, കർത്താവിന്റെ സ്നേഹം എന്താന്ന് മനസ്സിലാക്കുവാൻ തക്കോണം ഇടയാക്കിയതിനു ശേഷമാണ് പ്രോസസ്സിലേക്ക് കടന്നത്, അല്ലെ. ആദ്യം പാത്രമാക്കി, അതിനുശേഷം ആ പാത്രം എന്ത് ചെയ്തു, നല്ല തീയിൽ വെച്ച്, അല്ലെ, ആ തീയിൽ വെച്ച് നല്ല ചുട്ടൊരു നല്ല മനോഹരമായ ഒരു പാത്രമാക്കി. നമ്മൾ നോക്കുന്നത് എന്തുവാ, അയ്യോ എന്നെ കുശവൻ തീയിൽ വെച്ചു, ചില കഷ്ടതയിലേക്ക് വെച്ചു എന്ന് നമ്മൾ പറഞ്ഞ് പിറുവിറുക്കുന്നുണ്ടെങ്കിൽ, ദൈവമക്കളെ, എന്തിനാ നമ്മളെ ഈ തീച്ചൂളയിൽ കൂടി കടത്തി വിടുന്നറിയാവോ? ആ തീച്ചൂളയിൽ കൂടെ കടന്നുപോയ ഒരു പാത്രം വെളിയിൽ വന്നതിന് ശേഷം അത് ഏത് പ്രതിസന്ധിയും താങ്ങും. ആ പാത്രത്തിൽ ചൂടൊഴിക്ക്, പച്ചവെള്ളം ഒഴിക്കുക, തണുത്ത വെള്ളം ഒഴിക്കുക, ഏത് സാഹചര്യത്തിൽ കൂടി കടന്നുപോയാലും ആ പാത്രം ഉടഞ്ഞു പോകത്തില്ല, പൊട്ടിപ്പോകത്തില്ല. പക്ഷെ നമ്മൾ അതിന്റെ വാല്യം മനസ്സിലാക്കാൻ നമ്മൾ എന്ത് പറയും, കർത്താവ് എന്നെ പ്രയാസത്തിൽ കൂടി കടത്തി വിട്ടു, കാണുന്നില്ലയോ, അറിയുന്നില്ലയോ എന്ന് ചോദിച്ച് ഞാനും നിങ്ങൾ ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ, ദൈവമക്കളെ, വീണ്ടും ശക്തമായി പറയാൻ പരിശുദ്ധാത്മാവ് ഇടപെടുന്ന കാര്യം, ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ചില തീച്ചൂളകൾ അനേകർക്ക് പ്രയോജനപ്പെടുന്ന ഒരു പാത്രമാക്കി നിൽക്കാൻ വേണ്ടിയാ. കാരണം നമ്മൾ അനേകർക്ക് വേണ്ടി പ്രയോജനപ്പെടുന്ന രീതിയിൽ ഒരു പാത്രമായി നിൽക്കുമ്പോൾ പല പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. ആ കടന്നു വരുമ്പോൾ നമ്മൾ ഉടഞ്ഞു പോകരുത്, നമ്മൾ ശക്തരായിരിക്കണം, സ്ട്രോങ് ആയിരിക്കണം. അതിനാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ചില കഷ്ടതകൾ. നമ്മളെ തകർക്കുവാനല്ല, നശിപ്പിക്കുവാനല്ല, അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ അനേകർക്ക് മുന്നിൽ കർത്താവ് നമ്മളെ സാക്ഷ്യമായി നിർത്തും. ഒന്ന് മാത്രമുണ്ട്, പിറുവിറുക്കാതെ. കാരണം എന്റെ ശക്തമായിട്ട് എന്റെ ഹൃദയത്തിൽ ഇടപെട്ട ഒരു കാര്യം എന്നു ചോദിച്ചാൽ, യെരമ്യാവ് 18:6 പറയുന്നുണ്ട്, കളിമണ്ണ് കുശവന്റെ കയ്യിൽ ഇരിക്കുന്നത് പോലെ നിങ്ങൾ എന്റെ കയ്യിലിരിക്കുന്നു, അല്ലെ. ഒന്ന് ആലോചിച്ച് നോക്കണം, നമ്മൾ ആ കളിമണ്ണ്, ആ ഒരു മണ്ണിന്ന് സെലക്ട് ആയി അത് പൂർണ്ണതയോടെ ആ പാത്രം വെളിയിൽ വരുന്നിടം വരെ കുശവൻ ശ്രദ്ധയോടെ നിൽക്കും, അല്ലെ. അതിന്റെ കൈ തഴുകിയും, സാരമില്ല, നമ്മൾക്ക് അത് നോക്കുവാണെങ്കിൽ, ചെല്ലുവാണെങ്കിൽ തഴുകിയും ഒക്കെ അതിനെ വളരെ മേക്ക് ചെയ്ത്, കുശവൻ കൊണ്ട് പാത്രം വെച്ചിട്ട് ഓടി പുള്ളിക്കാരന്റെ കാര്യങ്ങൾക്ക് പോവോ, മറ്റ് ആക്ടിവിറ്റീസിന് പോവല്ല, ആ പാത്രത്തിന്റെ കൂടെ നിന്ന് അതിനെന്തെങ്കിലും ഡാമേജ് വരുന്നുണ്ടോ, ഒരു പ്രശ്നം വരുന്നുണ്ടോ, ഏതെങ്കിലും ഷേപ്പ് വ്യത്യാസം വരുന്നുണ്ടോ എന്ന് പറഞ്ഞ് കൂടെ നിൽക്കുന്ന ഒരു പരിപാലകൻ, അല്ലെ. നമ്മുടെ അപ്പൻ നമുക്ക് അങ്ങനെ തന്നെയാ. മകളെ, ഞാൻ നിന്റെ കൂടെയുണ്ട്, ഞാൻ നിന്നെ ഉപേക്ഷിച്ചിട്ട് പോവല്ല. നിന്നെ തീയുടെ അവസ്ഥയിൽ കൂടി കടത്തി വിട്ടാലും, കണ്ണുന്നിന്റെ അവസ്ഥയിൽ കൂടി കടത്തി വിട്ടാലും ഞാൻ മാറിപ്പോകുന്നില്ല. മോളെ, നിന്റെ കൂടെയുണ്ട്. എനിക്കും സങ്കടമാ നിന്നെ ഈ കഷ്ടതയിൽ കൂടി കടത്തിവിടുക എന്നുള്ളത് വിഷമമുള്ള കാര്യമാ. പക്ഷേ നീ ഇതിൽ കൂടി കടന്നു പോയാൽ മാത്രമേ നീ ഒരു സ്ട്രോങ് ആയി ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുകയുള്ളൂ. കാരണം അപ്പന്റെ മക്കളായി ഈ നാളുകളിൽ നമ്മൾ ആയിരിക്കുമ്പോൾ അനേക കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ വരില്ല എന്ന് പറയാൻ പറ്റില്ല. ക്രിസ്തീയ ജീവിതം കഷ്ടത നിറഞ്ഞതാണ്, പ്രയാസം നിറഞ്ഞതാണ്, പ്രതികൂലം നിറഞ്ഞതാണ്. നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവേ, എന്തു വന്നാലും അതിനെ തരണം ചെയ്യാനുള്ള കൃപ, അല്ലെ. ഒരിക്കലും ഒരിക്കലും മാറിപ്പോയില്ല. കർത്താവ് വരുമ്പോ തന്റെ മക്കൾക്ക് കുടിക്കാൻ ദാഹിക്കും, അവരെ അനുഭവം മാറണമെന്ന് കർത്താവ് ആഗ്രഹിച്ചില്ല. അടുത്ത് വന്നതിന് ശേഷം മാറ്റിക്കളഞ്ഞു, അല്ലെ. നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് ചില മാറകളുണ്ട്, ചില പ്രതിസന്ധികളുണ്ട്, ചില ചെങ്കടലുകളുണ്ട്. അതൊരിക്കലും അതിന്റെ മുന്നിൽ നിന്നോട്ടെ, പ്രതിസന്ധികൾ നമ്മുടെ മുന്നിൽ നിന്നോട്ടെ, പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിൽ നിന്നോട്ടെ. പക്ഷെ അതിനെ മറികടക്കാനുള്ള ഒരു കൃപയാണ്, ആ പ്രതിസന്ധിയെ, പ്രശ്നത്തെ ചവിട്ടി കയറി മുന്നോട്ട് പോകാനുള്ള ഒരു കൃപയാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രാപിക്കേണ്ടത്. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തരും. ഒന്നും മാത്രമുണ്ട്, ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു പാത്രം മെരിഞ്ഞ് അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു പാത്രമാക്കി അത് ടേബിളിൽ കൊണ്ടുവെക്കുക, അല്ലെ. ആ ടേബിളിൽ കൊണ്ടുവെക്കുമ്പോൾ ആ ഒരു പാത്രത്തെ നമ്മൾ കയ്യിലെടുത്തിട്ട് ജസ്റ്റ് നമ്മൾ ആ പാത്രത്തോട് ചോദിക്കാം, എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിക്കണം. പറയും, കഷ്ടതയും പ്രയാസങ്ങളും ആയിരുന്നു, പക്ഷെ എനിക്ക് ഒന്ന് പറയാൻ പറ്റും. നമ്മളും അങ്ങനെ പറയുന്നവരായിരിക്കണം. എനിക്ക് ഒന്ന് പറയാൻ പറ്റും, ഒരു യോഗ്യതയുമില്ല ഈ ടേബിളിൽ ഞാൻ ഇരിക്കാൻ. പലരും എന്നെ ചവിട്ടിക്കളയേണ്ടതായിരുന്നു, എന്നെ തള്ളിക്കളയേണ്ടതായിരുന്നു. പക്ഷെ ഇന്ന് മനോഹരമായ ഒരു പാത്രമാക്കി ഈ ടേബിളിൽ ഞാൻ ഇരിക്കുന്നുണ്ടെങ്കിൽ ഫുൾ ക്രെഡിറ്റും, അല്ലെ, മാനവും മഹത്വവും ആർക്കാ? ആ കുശവന് കൊടുക്കുന്നത് പോലെ. ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ ചില പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മളും പറയണം, ഞാൻ നല്ല സ്ട്രോങ് ആയ ഒരു പാത്രമാകാൻ വേണ്ടി എന്റെ പിതാവ് ഇത് അനുവദിച്ചതാ. സകല മാനവും മഹത്വവും പുകഴ്ചയും എന്റെ പിതാവിൽ നിന്ന് പറയുവാൻ നമ്മൾ തയ്യാറാവുകയാണെങ്കിൽ, നമ്മുടെ കുശവൻ, അല്ലെ, ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആ കുശവന്റെ ഒരു പുഞ്ചിരി, അത് ഞാൻ ഇത് പറയുമ്പോൾ തന്നെ പരിശുദ്ധമായി എന്റെ ഹൃദയത്തിലേക്ക് കൊണ്ടുതരുന്ന ഒരു കാഴ്ചപ്പാട്.
ആ മണ്ണ് കൊണ്ടത് മനോഹരമായ ഒരു പാത്രമാക്കി ആ കുശവൻ ലാസ്റ്റ് കയ്യിലെടുക്കുമ്പോൾ ആ കുശവന്റെ മുഖത്തുള്ള ഒരു ചിരി, അതെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ പിതാവ് നമ്മളെപ്പറ്റി നാളെ ചിന്തിക്കുമ്പോൾ എന്റെ മോള് ഇന്നയാള് എന്ന് പറയുമ്പോൾ ആ മുഖത്തുണ്ടാകുന്ന ഒരു ചിരി ഉണ്ടല്ലോ, ആ ചിരി കൊടുക്കാനാണ്, അതാണ് നമ്മൾ കൊടുക്കേണ്ട, കർത്താവിന് കൊടുക്കേണ്ട ഏറ്റവും നല്ല ഗിഫ്റ്റ്. എന്റെ മകളായിട്ട് ഞാൻ അവളെ സെലക്ട് ചെയ്തത്, ചില കഷ്ടതയിൽ കൂടി കയറ്റി വിട്ടത് ഇതിനു വേണ്ടിയാ എന്ന് പറഞ്ഞ് ആ ഒരു ചെറു പുഞ്ചിരിയോടെ കർത്താവ്, അല്ലെ, ആ പാത്രം അനേകർക്ക് പ്രയോജനപ്പെടും. പല ഷേപ്പിൽ, പല രീതിയിൽ, പല ഫുഡുകൾ ഒക്കെ അതിനകത്ത് വരുമ്പോഴും, അല്ലെ, ഒന്ന് ആലോചിച്ച് നോക്കിയേ, പല ശ്രേഷ്ഠമായ ടേബിളിൽ അത് പോയി ഇരിക്കുമ്പോൾ കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ നമ്മളെ ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മളെ കാണുമ്പോഴും പറഞ്ഞു, കർത്താവ് മോളെ, ഞാൻ ഇതിനു വേണ്ടി നിന്നെ കഷ്ടതയിൽ കൂടെ കയറ്റി വിട്ടത്, അതുകൊണ്ട് ഭാരപ്പെടണ്ട, നീ ഒരു മാനപാത്രമായി തീരുമെന്ന് പറയാൻ തക്കണം ഇടയാകണം. ഞാൻ ഇതിനോട് കൂടെ തന്നെ എന്റെ സാക്ഷ്യം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു, ഞാൻ എന്റെ സാക്ഷ്യങ്ങൾ ഇതുവരെ ഞാൻ വെളിയിലേക്ക് പറയാൻ തക്കണം ഇടയായിട്ടില്ല. പലപ്പോഴും വചനം പറഞ്ഞു, ശക്തമായി പറഞ്ഞു, ബാക്കിലേക്ക് പോകുന്നതല്ലാതെ ചെറിയ ചെറിയ സാക്ഷ്യങ്ങൾ പറയുന്നതല്ലാതെ ഞാൻ എന്റെ പൂർണ്ണ സാക്ഷ്യം ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷെ ശക്തമായി പരിശുദ്ധമായ ഷിനുവിന്റെ സാക്ഷ്യം, എന്റെ സാക്ഷ്യം ഇതിനകത്ത് ഇന്ന് പറയണമെന്ന്, അതുകൊണ്ട് ഞാൻ ദൈവമക്കളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യും. ആക്ച്വലി എന്റെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന തന്നെ ഒരുമ എന്ന സ്ഥലത്ത്, മുക്കട എന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചത് വളർന്നതുമല്ല. എന്റെ ബാല്യകാലം ഇച്ചിരി ഹല്ലേലൂയ, സ്തോത്രം. എന്റെ ബാല്യകാലം വെച്ച് ഞാൻ നോക്കുകയാണെങ്കിൽ ചില കഷ്ടതകൾ, പ്രയാസങ്ങൾ നിറഞ്ഞ ഒരു ബാല്യകാലത്തിൽ കൂടി തന്നെയാണ് ഞാൻ കടന്നുപോയത്. കാരണം ഞാൻ ജനിച്ചതും വളർന്നതല്ല, CSI കാരിയായിട്ടാണ്. CSI കാരി എന്ന് പറയുമ്പോഴും ആത്മീയത്തിലൊന്നും വലിയ ഇതില്ലാതെ ഇങ്ങനെ തട്ടിയും മുട്ടിയും, ചർച്ചിൽ പോകാൻ വെച്ചാൽ ചർച്ചിൽ പോകും, പക്ഷെ സൺഡേ സ്കൂളോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ആത്മീയത്തിൽ ഒരു ബിഗ് സീറോ ആയിട്ടാണ് എന്റെ ചെറുപ്പകാലം. എനിക്ക് അങ്ങനെ പറയുവാനോ ഓർക്കുവാനോ അങ്ങനെ നല്ല കാലങ്ങളൊന്നും ആത്മീയ ജീവിതത്തിലും ഉണ്ടായിട്ടില്ല. എന്നിരുന്നാലും എന്റെ വീട്ടിലെ എനിക്ക് പപ്പ, മമ്മി, അതുപോലെ തന്നെ ഒരു സഹോദരനുണ്ട്. മൂത്ത സഹോദരനാണ്, രണ്ടാമത്തെ ചേച്ചിയാണ്, മൂന്നാമത്തെ വ്യക്തിയായിരുന്നു ഞാന്. അങ്ങനെ ഞങ്ങൾ പോകുന്നെങ്കിലും ഞങ്ങളുടെ ജീവിതത്തിൽ മമ്മി സ്നാനപ്പെട്ടു. മമ്മി വളരെ ചെറുപ്പത്തിൽ തന്നെ, ഞാൻ ജനിക്കുന്നതിന് മുമ്പ് അമ്മ സ്നാനപ്പെട്ട് വിശ്വാസത്തിലേക്ക് കടന്നു വന്നൊരു വ്യക്തി ജീവിതമാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാലോ, ഒരു കുടുംബത്തിൽ ഒരു വിശ്വാസത്തോടെ ഒരു വ്യക്തി ജീവിതം ഉണ്ടെങ്കിൽ അതിനെ തകർക്കുവാൻ പിശാച് പലിശമണി 18 നോക്കും, അല്ലെ. വളരെയധികം കഷ്ടതകളും പ്രയാസങ്ങളും കടന്നുപോയ ഒരു ഫാമിലി ആയിരുന്നു എന്റേത്. എന്റെ അപ്പൻ തികഞ്ഞ ഒരു മദ്യപാനിയായിരുന്നു. ശരിക്കും ഭയങ്കര മദ്യപാൻ അഡിക്റ്റ് ആയിട്ട് വീട്ടിൽ വന്ന് മമ്മിയെ ഒരുപാട് ഉപദ്രവിക്കുന്ന ഒരു വ്യക്തി ജീവിതമായിരുന്നു എന്റെ ഫാദർ. കാരണം ഫിനാൻഷ്യലി നല്ല സെറ്റിൽഡ് ഒരു ഫാമിലി ആയിരുന്നു എന്റേത്. കാരണം പപ്പ ഗൾഫിലായിരുന്നു, അതിനുശേഷം ആങ്ങളെയൊക്കെ ഗൾഫിലാവാൻ തൊക്കുന്നതിടെ, അപ്പം ഫിനാൻഷ്യലി വെൽ സെറ്റിൽഡ് ആയ ഒരു ഫാമിലിയിൽ ഒരിക്കലും ഫിനാൻഷ്യലി പ്രശ്നമില്ല. പക്ഷെ എന്നും മദ്യപാനത്തിൽ കൂടി കടന്നു പോയൊരു കുടുംബമാണ്. എന്റെ ഓർമ്മ വെച്ച് ഞാൻ നോക്കുവാണെങ്കിൽ ഒരു സന്തോഷത്തിന്റെ കാലഘട്ടമോ ഒരു ചിരിച്ച മുഖമോ ഒന്നും ഞങ്ങൾക്കിടയിൽ ഇല്ലായിരുന്നു. കാരണം മമ്മി എന്നും പപ്പ വന്ന് കുടിച്ചിട്ടടിക്കും. ആ ഒരു അവസ്ഥയിൽ കൂടി കടന്നു പോയൊരു ഫാമിലിയാണ്. അതുകൊണ്ട് തന്നെ എന്റെ സ്വഭാവത്തിൽ ഞാൻ ഒരുപാട് ദൈവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. പക്ഷെ എല്ലാവരും ചർച്ചിൽ പോകുന്നവർക്ക് ഞാനും പോകും. അങ്ങനെ ഒരു അനുഭവത്തിൽ കൂടിയാണ് കടന്നു വന്നത്. പക്ഷെ മമ്മി തികഞ്ഞ ഒരു വിശ്വാസിയായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ തന്നെ സ്നാനപ്പെട്ട് നമ്മെല്ലാം മൂരി പൂർണ്ണതയോടെ ദൈവസന്നിധിയിൽ നിന്ന ഒരു വ്യക്തി ജീവിതമായിരുന്നു. ഒരുപാട് കഷ്ടതകൾ, പ്രയാസങ്ങൾ, ഒരുപാട് അപമാനങ്ങൾ സഹിച്ച ഒരു വ്യക്തി ജീവിതമാണ് എന്റെ മമ്മി. പക്ഷെ മമ്മിയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു കുടുംബം ഫുള്ളുമായിട്ട് ദൈവത്തെ അറിയണം, ദൈവത്തെ സ്നേഹിക്കണം, ആ ഒരു രക്ഷയിലേക്ക് കടന്നു വരണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതിന്റെ പേരിൽ പക്ഷെ ഒരുപാട് കുടുംബത്തിൽ നിന്നായിട്ടും നാട്ടുകാരായിട്ടും ഒരുപാട് അപമാനത്തിൽ കൂടെ മമ്മി കടന്നു പോകാൻ തക്കണിടയായി. പക്ഷെ ഞങ്ങളുടെ ലൈഫ് അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. എന്നെ സംബന്ധിച്ച് ഞാൻ എന്നെ പറ്റി മാത്രം എക്സ്ട്രാ എടുത്ത് പറയാണ്. വളരെയധികം മോശയുടെ സ്വഭാവമായി എന്ന് വെച്ചാല് ആരടുത്ത് സംസാരിക്കില്ല, ദേഷ്യപ്പെടുക. ഒരു വ്യക്തി ജീവിതം എൻ്റെ അടുത്ത് നിന്ന് സംസാരിക്കാത്ത രീതിയിൽ വളരെയധികം. കാരണം ഞാൻ എന്റെ ചെറുപ്പം തൊട്ട് ഞാൻ കണ്ടു വളർന്നൊരു സാഹചര്യം, പപ്പയുടെ മദ്യപാനവും രാത്രിയിലുള്ള എന്നുമുള്ള നിലവിളിയും കരച്ചിലും ആ ഒരു അവസ്ഥയായിരുന്നു. പപ്പ ഒരുപാട് മമ്മി അടിക്കുന്ന ഒരു അനുഭവത്തിൽ കൂടെ ഒക്കെ കടന്നു പോകുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചെറുപ്പം തൊട്ടേ എന്റെ ഹൃദയം വളരെ കല്ലായിരുന്നു. ശരിക്കും കല്ലായ ഹൃദയമല്ലായിരുന്നു എനിക്ക്, കല്ല് വെച്ചിരിക്കുക എന്ന് പറയാമായിരുന്നു. ആ അവസ്ഥയിൽ കൂടെ കടന്നുപോയ ഞാന് എന്റെ സ്കൂൾ ലൈഫിങ്ങൊക്കെ വളരെ വളരെ എന്താ പറയാ, ടെറർ പീസായിട്ട് തന്നെയാണ് ഞാൻ കടന്നു പോയിക്കൊണ്ടിരുന്നത്. പലപ്പോഴും എനിക്ക് ഒരുപാട് മനുഷ്യന്റെ റെക്കമെൻഡുകൾ ഉണ്ടായിരുന്നു. കാരണം എന്റെ ചേച്ചിയും എന്റെ ആങ്ങളെയും നല്ല ടൈപ്പായിരുന്നു. നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാവർക്കും വളരെ സ്നേഹവും വളരെ കാര്യമുള്ള വ്യക്തിജീവിതങ്ങളായിരുന്നു എന്റെ ചേച്ചിയും എന്റെ ആങ്ങളെയും. അതുകൊണ്ട് തന്നെ സ്കൂളിൽ തന്നെ എടുത്ത് ടീച്ചർമാർ ചോദിച്ചിട്ടുണ്ട്, ഷെറിന് ഇങ്ങനെ, എന്റെ ചേച്ചിയുടെ പേര് ഷെറിനാണ്, ഷെറിന് ഇങ്ങനെ ഒരു അനീതി എങ്ങനെ സംഭവിച്ചു? അത് ആ വീട്ടിൽ തന്നെയാണ്. കാരണം മമ്മിയും വളരെ നല്ലൊരു സ്വഭാവത്തിന് ഉടമയായിരുന്നു എന്റെ മമ്മി. അതുകൊണ്ട് തന്നെ ആ വീട്ടിലെ ഒരു ഇളയ മകളാ എന്ന് ഞാൻ പറയുവാൻ ആരും ഒന്ന് സംശയിക്കുമോ,
വ്യക്തി ആ കുടുംബത്തിൽപ്പെട്ടത് തന്നെയാണോ? കാരണം പപ്പ മദ്യപിക്കുമ്പോൾ ഓക്കെ, അതർവൈസ് നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ വളരെ സ്നേഹനിധിയായ വളരെ നല്ലൊരു വ്യക്തിയായിരുന്നു എന്റെ ഫാദറും. പക്ഷെ കുടിച്ചു കഴിഞ്ഞാൽ ആള് മാറുന്ന ഒരു അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ എന്റെ ലൈഫ് ഇവരെക്കാട്ട് എല്ലാം മൊത്തത്തിൽ ഒരു വേറൊരു വശമായിരുന്നു. ഞാൻ ആർത്തും മിണ്ടത്തില്ല, സംസാരിക്കത്തില്ല, ഒരു വല്ലാത്ത അവസ്ഥയിൽ കൂടി കടന്നു പോകാൻ തക്കണം ഇടയായി. പഠിക്കത്തില്ല. എന്തൊക്കെ പ്രശ്നമുണ്ടോ, സ്കൂളിൽ പ്രശ്നമുണ്ടോ, ആ പ്രശ്നത്തിൽ എന്റെ പേരുണ്ട്. ഞാനില്ലാത്ത പ്രശ്നമില്ല സ്കൂളിൽ. ആ രീതിയിൽ നമ്മുടെയൊക്കെ രീതിയിൽ പറയുകയാണെങ്കിൽ ഒരു പഴയ കുഞ്ഞ് റൗഡിയായിട്ട് തന്നെയാണ് ഞാൻ ആ നാട്ടിലും സ്കൂളിലും ഒക്കെ ഞാൻ വളർന്നത്. 7ാം ക്ലാസ് വരെ ഞങ്ങളുടെ അടുത്തൊരു സ്കൂളിലായിരുന്നു ഞാൻ ആയിരുന്നത്. എന്നിരുന്നാലും കർത്താവ് അവിടെ എല്ലാം താങ്ങി ക്ഷേമത്തോടെ തന്നെ കർത്താവ് ഓരോ ദിവസങ്ങളും എന്നെ കടന്നു പോകാൻ തക്കണം ഇടയായി. 7ാം ക്ലാസ് കഴിഞ്ഞു 8ൽ പോയി. 8ൽ ഞാൻ വേറെ സ്കൂളിലേക്ക് മാറാൻ തക്കണം ഇടയായി. ഞങ്ങളെ അറിയാത്ത, കാരണം ഈ 7 വർഷക്കാലം എന്റെ കുടുംബത്തെ നന്നായിട്ട് അറിയാവുന്ന സ്കൂളും ടീച്ചേഴ്സുമായിരുന്നു. അടുത്തൊരു സ്കൂളിലായിരുന്നു ഞാൻ പഠിച്ചത്. 8ാം ക്ലാസ്സിൽ ചെന്നപ്പോഴത്തേക്കിന് വേറെ കുറച്ചൊരു ഹയർ ആയിട്ട് കുറച്ച് മാറിയ സ്കൂളിലായിരുന്നു. അതുകൊണ്ട് തന്നെ 8ാം ക്ലാസ്സിൽ ഞാൻ തോറ്റുപോയി. കാരണം അവർക്ക് എന്നെയോ എന്റെ കുടുംബത്തെയോ ഒന്നും അറിയത്തില്ല. കാരണം ഞാൻ അതാ പറഞ്ഞത്, മാനുഷ്യമായ റെക്കമെൻഡിലാണ് ഞാൻ കുറച്ച് നാൾ മുന്നോട്ട് പോയത്. 8ാം ക്ലാസ്സിൽ തോക്കുവാൻ തക്കണം ഇടയായി. എനിക്ക് എന്റെ സാക്ഷ്യം പറഞ്ഞാൽ എല്ലാവരും വിചാരിക്കും സാക്ഷ്യമായി പറയണോ? തീർച്ചയായിട്ടും പറയണം. കാരണം എനിക്ക് എന്റെ സാക്ഷ്യത്തെ പറ്റി ലജ്ജയില്ല. കാരണം ഞാൻ ഇന്ന് ആയിരിക്കുന്നത് പിതാവിന്റെ കൃപയെ കൊണ്ട് മാത്രമാണ്. ഞാൻ എന്തുകൊണ്ട് പറഞ്ഞു, ചില വ്യക്തി ജീവിതങ്ങൾക്ക് എന്റെ സാക്ഷി ഇന്ന് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ തുറന്ന് ഇത് പറയാൻ തക്കണം ഇടയാകുന്നത്. 8ാം ക്ലാസ്സിൽ ഞാൻ ചെന്നു, 8ൽ തോറ്റുപോയി. അതിനുശേഷം വീണ്ടും പഠിച്ചു. 10ൽ വരെ എങ്ങനെയൊക്കെയോ എത്തി. എനിക്കിന്നും അത്ഭുതമാണ്. എനിക്കൊരു ബേസിക് ഒന്നിലും കിട്ടിയിട്ടില്ല. വിദ്യാഭ്യാസ സംബന്ധമായിട്ട് നോക്കുമ്പോൾ ഒരു ബേസിക് ഇല്ല. ഇങ്ങനെ അങ്ങ് നടക്കുന്നു എന്നല്ലാതെ ബേസിക് എനിക്ക് ഭൗതികമായിട്ടോ ആത്മീയമായിട്ടോ ഒന്നും അടിത്തറയില്ലാത്തൊരു വ്യക്തി ജീവിതമായിരുന്നു ഞാൻ. 10ാം ക്ലാസ്സിൽ ചെന്നു. കൃപയാൽ 10ലും ഞാൻ തോറ്റുപോകാൻ തക്കണം ഇടയായി. അതിനുശേഷം ഞാൻ വീണ്ടും അരിയർ എഴുതി. പിന്നെ +2 പോയി. ഞാൻ ഇവിടൊക്കെ ഞാൻ പറയുമ്പോഴും ഈ 8ാം ക്ലാസ്സിലേക്ക് ഞാൻ ചെന്നതും ഒരു ഹയർ സ്കൂളിലേക്കാ. എന്റെ വിദ്യാഭ്യാസമോ എന്റെ ആ ഒരു മാർക്കിന്റെ ലക്ഷണമോ വെച്ച് നോക്കിയാൽ എനിക്ക് ആ സ്കൂളിൽ നിന്ന് അഡ്മിഷൻ കിട്ടാൻ ഒരു ചാൻസും ഇല്ല. അതുപോലെ തന്നെ +1 +2 വേറെ സ്കൂളിലേക്ക്, ഞങ്ങളുടെ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ അറിയപ്പെടുന്ന സ്കൂളിൽ തന്നെ എനിക്ക് അഡ്മിഷൻ കിട്ടാൻ ഇടയായി. അവിടെയും 10ൽ തോറ്റ് അരിയിൽ വെച്ച ഒരിക്കലും അവിടെ അഡ്മിഷൻ കൊടുക്കത്തില്ല. പക്ഷെ ഭയങ്കര അത്ഭുതം എന്ന് പറയട്ടെ, ഞാൻ പഠിക്കാൻ പോയ സ്കൂളില് എനിക്കൊന്ന് എന്റെ ക്ലാസ്സിലുള്ള എല്ലാ വ്യക്തി ജീവിതങ്ങൾക്കും 400ന് മേളിലോട്ടായിരുന്നു മാർക്ക്. അന്ന് നമ്മൾ 500-ലായിരുന്നല്ലോ മാർക്ക്. 400ന് മേളിലോട്ട് നിൽക്കുന്ന ഹയസ്റ്റ് ക്ലാസ്സിൽ ഞാൻ 210 അരിയറുമായിട്ട് പോയൊരു വ്യക്തി ജീവിതമാണ്. എനിക്ക് അവിടെയും കർത്താവ് ഒരു അഡ്മിഷൻ തന്നു. പക്ഷെ ഞാൻ അറിയുന്ന ഒരു കാര്യം വെച്ചാൽ അദൃശ്യമായ ഒരു കാരം, അല്ലെ, കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ എന്ന് പറയുമ്പോൾ ഒരു അദൃശ്യമായ കാരം എന്റെ ലൈഫിൽ കർത്താവ് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെന്താ ഏതാന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അത്ഭുതമായി കർത്താവിന്റെ ഓരോ ദിവസങ്ങളും വളരെ അത്ഭുതമായി നടത്തിക്കൊണ്ടത്. പക്ഷെ എന്റെ സ്വഭാവത്തിന് വ്യത്യാസമൊന്നുമില്ല. ഏത് പ്രശ്നമുണ്ടെങ്കിലും ഞാൻ അവിടെ ഉണ്ട്. അങ്ങനെയാണ് എന്റെ അനുഭവങ്ങൾ പൊയ്ക്കൊണ്ടത്. കാരണം വീട്ടിലെ ചില ഇഷ്യൂസും പ്രശ്നങ്ങളും കടന്നു വരുമ്പോൾ നമ്മളെ മൊത്തത്തിൽ മാനസികമായിട്ട് തെറ്റിക്കുമല്ലോ. ഒരവസ്ഥയെ കൂടി കടന്നു പോകുന്നത്. എനിക്ക് ദൈവമായിട്ടോ യേശുക്രിസ്തു എന്ന് പോലും ഞാൻ പറയത്തില്ലായിരുന്നു. അങ്ങനെ അത് ആരാന്ന് ചോദിച്ചാൽ അന്നത്തെ കാലഘട്ടത്തിൽ എനിക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനത്തെ ഒരു അനുഭവത്തിൽ കൂടി ഒക്കെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. പക്ഷെ സാഹചര്യങ്ങൾ മുന്നോട്ട് പോയി. അതിനിടയ്ക്ക് ഞാൻ സ്നാനപ്പെടാൻ ഇടയായി. സ്നാനപ്പെട്ടത് എന്റെ ചേച്ചി ഒരു പാസ്റ്റർ വീട്ടിൽ വന്നു. സ്നാനത്തെ പറ്റി ശക്തമായി ക്ലാസ് എടുത്തു. എന്റെ വീട്ടിൽ അപ്പത്തേനും ഒരുപാട് ചേഞ്ചസ് ആയി. മദ്യപാനത്തിന്റെ കാര്യങ്ങളൊക്കെ പപ്പായിൽ ഒരുപാട് ചേഞ്ചസ് വന്നു. പപ്പ ആത്മീയമായിട്ട് ഉയരാൻ തുടങ്ങി. ആ പഴയ കാലഘട്ടം മാറി. പക്ഷെ എന്റെ ലൈഫിൽ ആ പഴയ മുറിവുകൾ എന്റെ ലൈഫിനെ ആടി ഒളിച്ചിരുന്നു. പക്ഷെ ഇതാരും കണ്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ സ്വഭാവത്തിന് മാറ്റമില്ല. പക്ഷെ ഫാമിലിയിൽ എല്ലാവരും നല്ലൊരു ആത്മീയ ലെവലിലേക്ക് കടന്നു വന്ന് ഫസ്റ്റ് എന്റെ പപ്പ കൂടി നിർത്തി വളരെ നല്ല രീതിയിലേക്ക് കടന്നു വരുന്നതൊക്കെ ഇടയായി. പക്ഷെ ഞാന് ഒരു പാസ്റ്റർ കടന്നു വന്ന് സുവിശേഷത്തെ പറ്റി പറഞ്ഞു. ചേച്ചി സ്നാനപ്പെടുവാൻ ആഗ്രഹിച്ചു. കൂടെ ഞാനും സ്നാനപ്പെട്ടു. 2003 ഞാൻ സ്നാനപ്പെട്ടു. ശരിക്കും ഒരു പൂർണ്ണതയോടെ സ്നാനത്തിന്റെ ക്ലാസ്സോ അതിന്റെ ഒരു ഉൾക്കൊണ്ട് ഞാൻ സ്നാനപ്പെട്ടെന്ന് ചോദിച്ചാൽ എനിക്ക് ഇന്നും അതിനെപ്പറ്റി എനിക്കറിയില്ല. പക്ഷെ അന്നത്തെ സാഹചര്യത്തിൽ ഞാൻ സ്നാനപ്പെട്ടു. എന്നെ ആരും ഫോഴ്സ് ചെയ്തില്ല. പക്ഷെ എന്റെ ഹൃദയത്തിൽ തോന്നി സ്നാനപ്പെട്ട നന്നായിരിക്കും എന്ന് തോന്നിയാണ് ഞാൻ സ്നാനപ്പെട്ടത്. പക്ഷെ എന്നിട്ടും ദൈവത്തെ മറുതലിച്ച് ഒരുപാട് ഞാൻ ഓടുവാൻ തൊക്കോണം ഇടയായി. അതിനുശേഷം ഞാൻ നഴ്സിംഗിന് കടന്നുപോയി. ഞാൻ നഴ്സിംഗ് ഒരിക്കലും ആഗ്രഹിച്ചൊരു പ്രൊഫഷനല്ല. ഞാനൊരു ഫാഷൻ ഡിസൈനർ ആവണമെന്ന് വളരെയധികം സ്വപ്നം കണ്ടു വളർന്ന ഒരു വ്യക്തിയാണ്, ഒരു ഫാഷൻ ഡിസൈനർ ആവുക എന്നുള്ളത്. അങ്ങനെ നിന്ന സമയത്താണ് നഴ്സിംഗിലേക്ക് ഞാൻ കടന്നു പോകാൻ തക്കണം ഇടയായത്. എന്നിട്ടും ദൈവമായിട്ടിരിക്കുന്ന ബന്ധമോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ എന്റെ എല്ലാ കാര്യങ്ങളിലും അദൃശ്യമായ ചില കരങ്ങൾ, അല്ലെങ്കിൽ ഒരിക്കലും അർഹതയില്ലാത്ത സ്ഥാനങ്ങളിൽ കർത്താവ് പലപ്പോഴും ഒരു എന്നെ അങ്ങനെ കൊണ്ടിരുന്ന് ഞാൻ ഫീൽ ചെയ്യാൻ തൊക്കോണം ഇടയായിട്ടുണ്ട്. അങ്ങനെയാണ് എന്റെ ലൈഫ് മുന്നോട്ട് പോയത്. ആശ്ചര്യമെന്ന് പറയട്ടെ, ഓരോ ദിവസങ്ങളും അത്ഭുതമായി കടന്നു പോയിക്കൊണ്ടതും അപ്പത്തേനും എന്റെ ഫാമിലി ഒരുപാട് ചേഞ്ചസ് ആയി. എന്റെ ഫാമിലി ആത്മീയമായിട്ട് ഉയരാൻ തക്കണം ഇടയായി. പപ്പ, ചേച്ചി എല്ലാവരും നല്ലൊരു ആത്മീയ ലെവലിലേക്ക് വരുവാൻ തക്കണം ഇടയായിക്കൊണ്ടിരുന്നു. പക്ഷെ അപ്പോഴും
ഒരുപാട് വായ്ത്തത്വങ്ങൾ ഉള്ള ഒരു വ്യക്തി ജീവിതമാണ്. എന്നെ സംബന്ധിച്ച് എനിക്കറിയാം, എന്റെ മമ്മിയുടെ ഏറ്റവും വലിയ ഭാരം ഞാനായിരുന്നു. കാരണം ചർച്ചിൽ പോകത്തില്ല, ഒരു പ്രാർത്ഥിക്കാൻ അറിയത്തില്ല, ബൈബിൾ വായിക്കത്തില്ല, അങ്ങനെ ഒരു ബന്ധവും എന്റെ ലൈഫിൽ ഇല്ലായിരുന്നു. പക്ഷെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ കണ്ട ഒരു ദൈവമാണെന്ന് പലപ്പോഴും മമ്മി എന്നോട് സാക്ഷ്യം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതൊന്നും ഞാൻ ഗവനിക്കത്തില്ലായിരുന്നു. ആ ഒരു അനുഭവത്തിൽ കൂടി കടന്നു പോകുന്നതൊക്കെ ഇവിടെയായി. അങ്ങനെ നഴ്സിംഗ് കഴിഞ്ഞു. ഞാന് ഡൽഹിയിലേക്ക് പോകാൻ തക്കണമിടയായി. അവിടെയും കർത്താവിനെ നടത്തി അത്ഭുതകരമായ അവിടെയൊക്കെ വളരെ നല്ല സ്റ്റേജിൽ തന്നെ ജോലി ചെയ്യാനൊക്കെ ദൈവം എന്നെ സഹായിച്ചു. പലപ്പോഴും വീണ് താണു പോകണ്ടായിരുന്നു. ഞാൻ ഇന്ന് അതിന്റെ പഴയ കാലം തിരിച്ച് ചിന്തിക്കുമ്പോൾ ഒരുപാട് മരണം ഫേസ് ചെയ്യാൻ തക്കണിടയായിട്ടുണ്ട്. പക്ഷെ ഇന്നും എനിക്ക് അത്ഭുതമാണ്, ഞാൻ എങ്ങനെ വെളിയിൽ വന്നു എന്നുള്ളൊരു കാര്യം എനിക്ക് വളരെ അത്ഭുതകരമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. എന്നിരുന്നാലും അങ്ങനെ മുന്നോട്ട് പോയി വളരെ നാളുകൾക്ക് ശേഷം എനിക്ക്, ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഒരു ഒരു വചനം അറിയത്തില്ല, ഒരു വാക്യം അറിയത്തില്ല. ഞാൻ എന്തുകൊണ്ട് ഇത് പറഞ്ഞാൽ, ഞാൻ അങ്ങനെ ചേറ്റിൽ കിടന്ന ഒരു വ്യക്തി ജീവിതമാണ്. എന്നെ ഒരുപാട് പേര് തള്ളിക്കളഞ്ഞിട്ടുണ്ട്. കാരണം ചെറുപ്പം തൊട്ടേ നമ്മൾ കേട്ട് വളർന്നൊരു സാഹചര്യം അതാ. റിജക്ഷൻ ഒരുപാട് എല്ലാ സാഹചര്യത്തിലും അനുഭവിച്ചൊരു വ്യക്തി ജീവിതമായിരുന്നു ഞാൻ. പക്ഷെ കർത്താവിന് എന്നെ വേണമെന്ന് ഞാൻ അറിയുന്നത് ഇപ്പൊ റീസെന്റ് കുറച്ച് നാളായിട്ടാണ്. കർത്താവിന് എന്നെ വേണം, അതുകൊണ്ടാണ് ചില കഷ്ടതകൾ എന്റെ ജീവിതത്തിൽ തന്നെന്ന് വ്യക്തമായിട്ട് അറിയാൻ തക്കണം ഇടയായപ്പോൾ ഇന്ന് ആ കഷ്ടതകൾ എന്റെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി കർത്താവ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. പല സാഹചര്യത്തിലൂടെ ഞാൻ കടന്നുപോയി. വളരെയധികം എനിക്ക് വീട്ടുകാരുമായിട്ട് അധികം ബന്ധമില്ല, അങ്ങനെ ഒരവസ്ഥയിൽ കൂടി ഞാൻ കടന്നുപോയെങ്കിലും ഒരു തീരുമാനം ഞാൻ എടുത്തിരുന്നു. നമ്മളെ ഒറ്റപ്പെട്ട് ഈ ലോകത്തിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തി ജീവിതമായി ഞാൻ നിൽക്കുമ്പോൾ എന്റെ ചെറുപ്പത്തിൽ ഞാൻ ഒറ്റ തീരുമാനം എടുക്കുന്നു. കർത്താവ്, എന്തൊക്കെ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ വന്നാലും ഞാൻ ആത്മഹത്യ ചെയ്യത്തില്ല, തന്ന ആയുസ് ജീവിച്ചു തീർക്കും. അതും ദൈവത്തെ ഒന്നും അറിയത്തില്ല, പക്ഷെ ആ ഒരു തീരുമാനത്തിന് മുന്നിലാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ പോയി. അതിനുശേഷം നഴ്സിംഗ് കഴിഞ്ഞു. അത്ഭുതമായി ഞാൻ ഡൽഹിയിലേക്ക് കടന്നു പോകാൻ തക്കണമിടയായി. അതിനുശേഷം ഞാൻ കുറച്ച് നാൾ അവിടെ വർക്ക് ചെയ്തു, തിരിച്ചു വന്നു. കുടുംബജീവിതം കർത്താവ് എനിക്ക് ദാനമായി തന്നു. പക്ഷെ കുറച്ച് നാളുകൾക്ക് ശേഷം എന്റെ ലൈഫിൽ കുടുംബജീവിതം എനിക്ക് അതും പരാജയത്തിലേക്ക് പോകാൻ തക്കണമിടയായി. അങ്ങനെ നാളുകൾ, വർഷങ്ങൾ എന്റെ ജീവിതത്തിൽ കടന്നുപോയി. പക്ഷെ ദൈവം എന്നെ കണ്ടിരിക്കുന്നത് എന്തിനാണ്, ഞാൻ ഈ ഭൂമിയിൽ എന്തിനാ ജനിച്ചതെന്നുള്ളൊരു കോൺസെപ്റ്റ് ഒന്നും എനിക്കില്ലായിരുന്നു. ജീവിക്കുക, ഓരോ ദിവസം കടന്നു പോകുക. കാരണം എന്റെ ഹൃദയത്തിലെ തീരുമാനം എന്തെന്ന് ചോദിച്ചാൽ, ആയുസ് തന്നത്രയും ജീവിച്ച് മരിക്കുക, അത്രേ ഉള്ളായിരുന്നു. ആ ഒരു കോൺസെപ്റ്റോടെ ഞാൻ കടന്നു പോകാൻ തക്കണം ഇടയായി. അതിനുശേഷം ഞാൻ 2000-ല് എന്റെ ജീവിതത്തിൽ ഒരു ആക്സിഡന്റ് കടന്നു വന്നു. ഞാന് എനിക്ക് ടൂ വീലർ റൈഡിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. കാരണം അത് ഹൃദയത്തിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ആ പോകുന്ന പോക്കിൽ ബൈക്ക് ഇടിക്കുകയാണെങ്കിൽ സ്പോട്ട് ഔട്ട് ആണ്, അതായിരുന്നു എന്റെ ഒരു ആഗ്രഹം. പക്ഷേ ആത്മഹത്യ സെൻസേഷനോ കാര്യങ്ങളോ ഒന്നുമല്ല, പക്ഷെ ഹൈ സ്പീഡിൽ പോകുന്ന ഒരു വ്യക്തി ജീവിതമായിരുന്നു ഞാൻ. അങ്ങനെ 2000-ൽ ഞാൻ ഒരു ട്രാവൽ ചെയ്ത സമയത്ത്, അതുപോലെ ഹൈ സ്പീഡിൽ പോയ സമയത്ത് എന്റെ ജീവിതത്തിൽ ഒരു ആക്സിഡന്റ് കടന്നു വന്നു. അന്ന് ഞാൻ മരണം മുഖാമുഖം കണ്ടു. ആകാശത്തോട് ഇങ്ങനെ പറന്നു പോയ സമയത്ത് ഞാൻ വിചാരിച്ചു, ഞാൻ ഇവിടെ തീരുക, എന്റെ ലൈഫ് തീർന്നു എന്ന് ഞാൻ ഓർക്കുവാൻ തക്കവണ്ണം ഇടയായി. പക്ഷെ കർത്താവ് എന്നെ അത്ഭുതമായി അതിശയമായി അവിടെ തന്നെ പിടിപ്പിച്ചു. അങ്ങനെ നാളുകൾ കടന്നുപോയി. ഞാൻ 2021-ൽ എന്റെ ഭവനത്തിലേക്ക് കടന്നുപോയി. കാരണം അതിനോടകം മമ്മി ഒരു ക്യാൻസർ പേഷ്യന്റ് ആകുവാൻ തക്കവണ്ണം ഇടയായി. ചില സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനെ കടന്നുപോയി. ഏതാണ്ട് ഒരു 6 വർഷക്കാലം മമ്മി ക്യാൻസർ രോഗിയായിരുന്നു. പക്ഷെ 2021 ലാസ്റ്റ് ആയതിന് മമ്മിയുടെ കാര്യങ്ങൾ മൊത്തത്തിൽ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായി. ആ സമയത്ത് മമ്മിയെ ശുശ്രൂഷിക്കാൻ വേണ്ടി ഞാൻ നാട്ടിലേക്ക് കടന്നുപോയി. ഇത് പറയുമ്പോൾ തന്നെ എനിക്ക് ആകെയുള്ള ഒരു ആശ്രയം മമ്മിയായിരുന്നു. എനിക്കൊരു പ്രാർത്ഥനാ വിഷയവും എന്തുണ്ടെങ്കിലും മമ്മിയെ വിളിക്കുക, പറയുക, മമ്മി ഉപവസിക്കുക, പ്രാർത്ഥിക്കുക, നേടിത്തരിക. എന്റെ ഒരു ബിംബമായിട്ട് ഞാൻ വെച്ചിരുന്നത് മമ്മിയാണ്. കാരണം എനിക്ക് ദൈവവും വേണ്ട, ദൈവത്തോട് പ്രാർത്ഥിക്കാൻ വേണ്ട, പക്ഷെ മമ്മിയെ വിളിക്കുക, പ്രാർത്ഥിക്കുക, ആ ഒരു അനുഭവത്തിൽ കൂടി കടന്നു പോയ വ്യക്തി ജീവിതമാണ് ഞാൻ. അങ്ങനെ എന്റെ ജീവിതത്തില് പക്ഷെ എനിക്ക് ഒന്നും അറിയാമായിരുന്നു, ആ കുശവൻ പോയി തെരഞ്ഞെടുത്തതുപോലെ കർത്താവ് എന്നെ തെരഞ്ഞെടുത്ത് വെച്ചിരുന്നു. പക്ഷെ ഒരു ഗ്യാപ്പിൽ കൂടി ഈ ഇത്രയും വർഷക്കാലം വേണ്ടതിനെ കൂടെ വെച്ച് ബാക്കിയുള്ളതിനെ എല്ലാം എന്നിൽ നിന്ന് അകറ്റിക്കൊണ്ടിരുന്നു. ഞാൻ എന്റെ ഒരു ഫ്രണ്ട്സ് ഇത് പറയുകയാണെങ്കിൽ, എനിക്ക് ദൈവകൃപയാൽ ഫ്രണ്ട്സ് ഇല്ലായിരുന്നു. എനിക്കങ്ങനെ റിലേറ്റീവ്സോ അല്ലെങ്കിൽ ആരുമായിട്ടും ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലാതെ തനിച്ച് നിൽക്കുന്ന ഒരു വ്യക്തി ജീവിതമായിരുന്നു ഞാൻ. കാരണം ആരുമായിട്ട് എനിക്ക് അടുക്കാൻ പറ്റില്ല, ആരും എൻ്റെ അടുത്ത് വരത്തില്ല. ആ ഒരു അനുഭവത്തിൽ കൂടിയാണ് കടന്നുപോയത്. പക്ഷെ ഒരുപാട് കാലഘട്ടത്തിൽ ഒരുപാട് കരഞ്ഞു, എൻ്റെ ഒരുപാട് കണ്ണുനീര് ദൈവം മാത്രമേ കണ്ടുള്ളൂ. ഒരു മനുഷ്യന്റെ മുന്നിൽ കരയുന്ന ഒരു സ്വഭാവം എന്റെ ജീവിതത്തിൽ ചെറുപ്പത്തിലും ഇല്ലായിരുന്നു. അങ്ങനെ മമ്മിയുടെ ആ സാഹചര്യത്തിലേക്ക് ഞാൻ കടന്നുപോയി. 2021-ല് മമ്മി ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുവാൻ തക്കണിടയായി. സെപ്റ്റംബറിൽ മമ്മി ലാസ്റ്റ് ആയതിന് മമ്മി ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുവാൻ തക്കണിടയായി. ഞാൻ അന്ന് ദൈവത്തോട് ചോദിച്ചിട്ട് കാര്യം എന്ന് ചോദിച്ചാൽ, കർത്താവ്, ഇനി ഞാൻ എന്താ ചെയ്യണ്ടേ എന്ന് ചോദിച്ച് ദൈവസന്നിധി ഞാൻ വളരെയധികം ഭാരപ്പെട്ട് കരഞ്ഞ് അന്നാണ് ഞാൻ ദൈവത്തെ ഒന്ന് റിയലൈസ് ചെയ്യുന്നത്. മീൻസ് വേറെ ഓപ്ഷൻ ഇല്ല.
കാരണം മമ്മിയായിരുന്നു ആശ്രയം. മമ്മി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? വേറെ ഒന്നുമില്ല, മേളിലോട്ട് നോക്കും അല്ലേ? ആ ഒരു അനുഭവത്തിൽ കൂടിയാണ് ഞാൻ ആദ്യമായിട്ട് ദൈവത്തോട് ചോദിച്ചത്, ഇനി ഞാൻ എന്താ ചെയ്യണ്ടേ? ഞാൻ അന്ന് ദൈവത്തോട് ചോദിച്ചൊരു കാര്യമുണ്ട്, കർത്താവേ എന്നെയും കൂടെ മമ്മിയുടെ കൂടെ വിളിച്ചിരുന്നെങ്കിൽ നല്ലായിരുന്നു. കാരണം എനിക്കിനി ഓപ്ഷൻ ഇല്ല. ഞാൻ എന്താ ചെയ്യേണ്ടേന്ന് എനിക്കറിയില്ല. നേഴ്സായി പഠിച്ചിറങ്ങിയെങ്കിലും ഒരു നല്ല രീതിയിൽ എനിക്കിന്ന് മുന്നേറി വരാൻ നഴ്സിംഗ് ഫീൽഡിൽ പറ്റിയില്ല. എന്റെ ഫാമിലി ലൈഫ് തകരാറിലായി. എന്നെ ആരും അക്സെപ്റ്റ് ചെയ്തില്ല. കാരണം എന്റെ സ്വഭാവങ്ങൾ അങ്ങനെയായിരുന്നു. വല്ലാത്തൊരു അവഗണനയിൽ കൂടി കടന്നുപോയ ഒരു വ്യക്തിജീവിതമായിരുന്നു ഞാൻ. ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ ഞാൻ എന്താ ചെയ്യേണ്ടേ? ഇനി ഞാൻ എങ്ങോട്ടാ പോണ്ടേ? എന്ന് ചോദിച്ചൊരു അവസരത്തിലാണ് കർത്താവ് അങ്ങനെയാണ് എനിക്ക് ഈ കുവൈറ്റിലേക്ക് ഒരു വേക്കൻസി ഒരുക്കി തരുന്നതും ഞാൻ ഈ കുവൈറ്റിലേക്ക് കടന്നു വരുന്നതും. നമ്മൾ വചനത്തിൽ വായിക്കുന്ന പോലെ ഹൃദ്യമായി മരുഭൂമി കൊണ്ട് ഹൃദ്യമായി സംസാരിക്കുന്നു പറഞ്ഞ ശേഷം പിന്നെ ഞാൻ തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. ഒരു കുറച്ച് മാസക്കാലം ഞാൻ ഇവിടെ വന്ന് 2 മാസക്കാലം കൂടെ കുറച്ചുകൂടി സ്ട്രഗിൾ കൂടി 2, 3 മാസക്കാലം സ്ട്രഗിൾ കൂടി കടന്നുപോയി. എക്സ്ട്രീം ലെവലായപ്പോൾ ഞാൻ അന്ന് താമസിച്ചിരുന്നത്, ഞാൻ പെട്ടെന്ന് പറയാം സമയം ഒരുപാട് പോയല്ലോ. ഞാൻ താമസിച്ചിരുന്നത് ഒരു 3rd ഫ്ലോറിലാണ്. 3rd ഫ്ലോറിൽ എനിക്കൊരു ബാൽക്കണി ഒക്കെ ഉള്ള റൂമിലാണ് ഞാൻ കഴിഞ്ഞിരുന്നത്. എന്റെ റൂമിൽ ഞാൻ മാത്രമേ ഉള്ളായിരുന്നു. എന്റെ എക്സ്ട്രീം ലെവലായപ്പോൾ അന്ന് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ആത്മഹത്യയെ പറ്റി കർത്താവിനോട് ഞാൻ ചോദിച്ചു. കാരണം എനിക്ക് സഹിക്കാൻ വയ്യ. ഞാൻ എന്താ ചെയ്യണ്ടേ? ഞാൻ ആ ബാൽക്കണിയിൽ നിന്ന് ആകാശത്തോട്ട് നോക്കിയിട്ട് ദൈവമേ എന്ന് വിളിക്കുന്നത്. അന്ന് അപ്പാ മോളും ബന്ധമൊന്നുമില്ല. ദൈവമേ എന്ന് വിളിച്ച് ഞാൻ ചോദിച്ചു, എനിക്കിനി സഹിക്കാൻ വയ്യ. ഞാൻ ആത്മഹത്യ ചെയ്തോട്ടെ. കാരണം ഞാൻ അവിടുന്ന് ചാടിയ സ്പോട്ടിൽ ഔട്ട് ആവും. കാരണം അതുപോലെ സ്റ്റൈൽസ് ഇട്ട് നല്ല മിനുസമായി കയറി. ഇവിടുത്തെ അറിയാലോ, ഗൾഫിലെ ബിൽഡിങ്ങിനെ പറ്റി ഏകദേശം എല്ലാവർക്കും അറിയാമല്ലോ. പക്ഷേ അന്ന് വാവിട്ട് കരഞ്ഞ് എന്റെ ഹൃദയത്തിലേക്ക് കർത്താവ് തന്നൊരു ചിന്തയുണ്ട്. മമ്മി എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, മോനെ നിനക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയം ഉണ്ടെങ്കിൽ നീ അത് എഴുതി വെക്കണം. ബൈബിളിൽ എഴുതി വെച്ച് പ്രാർത്ഥിക്കണം, കർത്താവ് നിനക്ക് തരും. അങ്ങനെ ചില കാര്യങ്ങൾ മമ്മിയുടെ ജീവിതത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എപ്പോഴും എന്റെ ഹൃദയത്തിൽ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിച്ചു. ഞാൻ തിരിച്ചു വന്ന് ഞാൻ ബൈബിളിലേക്ക് ആ ഒരു പ്രാർത്ഥനാ വിഷയം, ഞാൻ ഒറ്റ കാര്യമേ പ്രാർത്ഥനാ വിഷയം ചോദിച്ചിട്ടുള്ളൂ. കർത്താവേ എനിക്ക് ഞാൻ ആയിരിക്കുന്ന ഹോസ്പിറ്റലിൽ നല്ലൊരു ഫ്രണ്ടിനെ തരണം, ഒരു ഗേൾ ഫ്രണ്ടിനെ, നല്ലൊരു പെൺകുട്ടി എനിക്ക് ഫ്രണ്ടായിട്ട് തരണം. എന്നെ സംബന്ധിച്ച് വേറെ ഒന്നും എനിക്ക് പറയാൻ അന്ന് അറിയത്തില്ല. അങ്ങനെ ഇരിക്കുകയാണ്, നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ ഈ മീറ്റിംഗ് വന്ന് ശക്തമായിട്ട് ശുശ്രൂഷിച്ച ബിൻസി ജോർജ് UK, എന്റെ ആത്മീയ മാതാവാണ്, എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, എന്റെ ആത്മീയ സഹോദരിയാണ്, ആത്മീയ മാതാവാണ്. കർത്താവ് അവളെയായിട്ട് കണക്ട് ചെയ്യാൻ തക്കണം ഇടയായി. പിന്നെ എന്റെ ജീവിതത്തിൽ ഒരു ദോഷം മറിച്ചിട്ട പോലെ എന്റെ അനുഭവത്തിൽ കൂടി കടന്നുപോയി. കർത്താവുമായിട്ട് കൂടുതൽ അടുക്കുവാൻ, ദൈവം എന്താണെന്ന് അറിയുവാൻ, ബൈബിൾ ഒന്ന് വായിക്കുവാൻ, ദൈവശബ്ദം കേൾക്കുവാൻ ഒരുപാട് കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്തു. അതിനുശേഷം എന്റെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസിൽ വരുവാൻ തക്കണമിടയായി. ദൈവം എന്നുള്ള മാറ്റി ഞാൻ അപ്പ എന്ന കോൺസെപ്റ്റിലേക്ക് ഞാൻ വരുവാൻ തക്കണമിടയായി. അങ്ങനെ ഹൃദയത്തിലെ കർത്താവ് പാട്ടുകൾ തന്നു. 3 പാട്ട് എഴുതുവാൻ തക്കണമിടയായി. എന്റെ യൂട്യൂബിൽ 3 പാട്ട് റിലീസ് ആയിട്ടുണ്ട്. അങ്ങനെ പല രീതിയിൽ കർത്താവ് എന്നെ മാനിച്ച് അനുഗ്രഹിക്കാൻ തോന്നി. എനിക്ക് ഒന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ, ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ തരുന്നത്, ഞാൻ ഇന്ന് സന്തോഷവതിയാ. ഇന്ന് ഒരു കഷ്ടം നിനക്ക് അറിയാമോ, ഇതിന്റെ പ്രാരം നിനക്ക് അറിയാമോ എന്ന് ചോദിച്ചാൽ ഞാൻ ശക്തമായി ഞാൻ പറയും, എനിക്കറിയാം. ആ വിഷമം എനിക്കറിയാം. ഒരു വ്യക്തി ജീവിതം അനുഭവിക്കുക, ഷിനു ഈ ഒരു വിഷമം എനിക്കുണ്ട്, നിനക്ക് എന്റെ ഭാരം മനസ്സിലാവുമെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും പൂർണ്ണ ഹൃദയത്തോടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഒരു കൃപ എന്റെ ജീവിതത്തിൽ തന്നിട്ടുണ്ട്. ഞാൻ ഇന്ന് വളരെ ഹാപ്പിയാണ്. കാരണം ഞാൻ ഒരുപാട്, നിങ്ങൾക്ക് പെട്ടെന്ന് പറഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഒരുപാട് ശാപങ്ങൾ എന്റെ മുഖത്ത് നോക്കി ശപിച്ച വ്യക്തി ജീവിതങ്ങളുണ്ട്. എന്റെ മുഖത്ത് നോക്കി ചോദിച്ചിട്ടുണ്ട് എന്റെ ചെറുപ്പകാലത്ത്, പോയി മരിച്ചുകൂടാ, നീ എന്തിനാ ജീവിക്കുന്നതെന്ന് ചോദിച്ചാൽ വ്യക്തി ജീവിതങ്ങളുണ്ട്. ഒന്നിനും കൊള്ളത്തില്ല, ആർക്കും പ്രയോജനപ്പെടത്തില്ല എന്ന് പറഞ്ഞ് എന്നെ തള്ളിക്കളഞ്ഞ വ്യക്തി ജീവിതങ്ങളുണ്ട്. പക്ഷെ അവരെയെല്ലാം ശാപവാക്കുകൾ, അവരെയെല്ലാം കുത്തുവാക്കുകൾ ഇന്നെന്റെ ജീവിതത്തിൽ അനുഗ്രഹമായി നിൽക്കുന്നു. കാരണം അങ്ങനെ നിൽക്കുന്ന വ്യക്തിജീവിതങ്ങൾക്ക് വേണ്ടി നിൽപ്പാൻ, പ്രാർത്ഥിപ്പാൻ, അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു വാക്കുകൊണ്ടെങ്കിലും ഒരു സഹായം ചെയ്യുവാൻ ഇന്ന് ശക്തമായി കർത്താവ് എന്നെ എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവമക്കളെ, ഞാൻ ഇതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വചനത്തോടെ പരിശുദ്ധമായി ശക്തമായിട്ട് ഇടപെടുന്നത്. നിങ്ങളുടെ ജീവിതത്തിലും ഇന്ന് ഈ കഷ്ടതകൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് നാളെ നന്മയ്ക്കായിട്ട് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തരിക തന്നെ ചെയ്യും അല്ലെ. സങ്കീർത്തനം 119:71 പറഞ്ഞതിന്റെ, നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായത് എനിക്ക് ഗുണമായി. ദൈവമക്കളെ, ഇന്ന് സാക്ഷ്യമായി ഞാൻ നിങ്ങളടുത്ത് പറയുന്നു, ഇന്ന് ഞാൻ ഏകയായി നിൽക്കുന്നു. പക്ഷേ എനിക്ക് ഒന്ന് പറയാൻ പറ്റും, പിതാവ് എന്നെ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ വിശ്വസ്തയോടെ ഏറ്റെടുത്ത് ചെയ്യുവാനുള്ള ഒരു കൃപ എന്റെ ജീവിതത്തിൽ തന്നിട്ടുണ്ട്. അതിനുശേഷം കർത്താവ് എന്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ കൃപയെ ഞാൻ ബിൻസിയോട് ചേർന്ന് ഒരു മിനിസ്ട്രി നടത്തിക്കൊണ്ടിരിക്കുന്നു, ഒരു യൂട്യൂബ് ചാനൽ നടത്തിക്കൊണ്ടിരിക്കുന്നു, ചാരിറ്റി നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ എന്റെ ജീവിതം കർത്താവിനായിട്ട് ഏൽപ്പിച്ചേക്കുവാണ്. അതുകൊണ്ട് പറയാൻ പറ്റും, ദൈവമക്കളെ,
അനുഭവിച്ച് ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരിക്കലും മറ്റൊരു വ്യക്തിന്റെ സാക്ഷ്യം ഞാൻ എടുക്കാറില്ല. എന്റെ ജീവിതത്തിൽ ഒരുപാട് സാക്ഷ്യങ്ങളുണ്ട്. സാക്ഷ്യത്തിലൂടെ മാത്രമേ ഞാൻ സംസാരിക്കാറുള്ളൂ. കാരണം നമ്മൾ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്. പ്രാഗൽഭ്യത്തോടെ പറയണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അനുഭവം വേണം. എനിക്ക് അതുകൊണ്ട് ദൈവമക്കളെ നിങ്ങളോട് പറയാൻ പറ്റും. നമ്മുടെ പിതാവ് നമ്മളെ വിടുവിക്കും. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന കഷ്ടതകൾ, പ്രയാസങ്ങള് അല്ലെ? നമ്മൾ ചില പ്രതിസന്ധികൾ കൂടി തന്നെയാ നമ്മൾ കടന്നു പോകുന്നത്. ഇല്ല എന്നല്ല. പ്രാർത്ഥനാ വിഷയം ഈ ഉപവാസത്തിന്റെ 11ാമത്തെ ദിവസം ഈ സിസ്റ്റത്തിലായിരിക്കുന്ന ഇത്രയും പേരുടെ ജീവിതത്തിലും ഓരോ പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട് അല്ലെ? ഓരോ കഷ്ടതകളുണ്ട്, പ്രയാസങ്ങളുണ്ട്. ചിലപ്പോൾ നമ്മൾ പറയും ചെങ്കടൽ പോലെ നിൽക്കുന്നു, അല്ലെങ്കിൽ വലിയ ഹിമാലയം പോലെ നിൽക്കുന്ന പ്രശ്നങ്ങൾ എന്റെ ജീവിതത്തിലുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ ദൈവം മിറാക്കിളിന്റെ ദൈവമാ, അതിശയത്തിന്റെ ദൈവമാ. ഒരു മനുഷ്യൻ ചെയ്യുന്ന കാര്യമല്ല നമ്മുടെ പിതാവ് നമുക്ക് വേണ്ടി ചെയ്യുന്നത്. ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നാത്തതും ആരും ചിന്തിക്കാത്തതുമായിട്ടുള്ള അത്ഭുതത്തെ ചെയ്യുവാൻ ശക്തനായ ഒരു ദൈവം തന്നെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആത്മാർത്ഥ ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. പിതാവിനോട് പറയാം, പിതാവേ അങ്ങയുടെ ഹിതത്തിൽ ഞാൻ എന്നെ ഏൽപ്പിക്കാം. ആ കുശവന്റെ കയ്യിലെ കളിമണ്ണ. എനിക്കൊന്നറിയാം, ആ കളിമണ്ണിനെ ഒന്ന് പാകപ്പെടുത്തുമ്പോൾ, ഒന്ന് തീയിൽ വെക്കുമ്പോൾ വേദനയുണ്ട്, പ്രയാസമുണ്ട്. പക്ഷെ എനിക്കൊന്നറിയാം, ആ പാത്രമായി ഞാൻ വെളിയിൽ വരുന്നത് അനേകർക്ക് വേണ്ടി എന്നെ എടുത്ത് ഉപയോഗിക്കുവാനും പ്രയോജനപ്പെടുത്തുവാനാ. അങ്ങയുടെ ഹിതത്തിൽ ഞാൻ ഏൽപ്പിച്ചു തരിക. ഈ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ഏൽപ്പിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ദൈവമക്കളെ കർത്താവ് നമുക്കൊരു വിടുതൽ തരും. അനേകർ നാളെ ആ കഷ്ടത്തിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തിജീവങ്ങളുടെ മുന്നിൽ നിങ്ങൾക്ക് സാക്ഷ്യമായി നിൽക്കാൻ തക്കണം ഇടയാകും. ഞാൻ ഈ പറയുന്ന ഒരു കാര്യം, ഇത്രയും കഷ്ടതകൾ, പ്രയാസങ്ങൾ, റിജക്ഷൻസ് ഒരുപാട് സ്വന്തം ലൈഫില്, സ്കൂൾ ലൈഫില് എല്ലായിടത്തും റിജക്ഷൻസ് ഒരുപാട് അനുഭവിച്ചോളാം ഞാന്. പക്ഷെ ഇന്ന് പലരും അക്സെപ്റ്റ് ചെയ്യുന്നത് കാണുമ്പോൾ ഒറ്റ കാര്യമേ പറയത്തുള്ളൂ, കർത്താവെ ആ ഒരു മനുഷ്യർ അക്സെപ്റ്റ് ചെയ്യുന്നതിൽ ഞാൻ സന്തോഷം കണ്ടെത്താറില്ല. എനിക്ക് സന്തോഷമാണ്, കാരണം പിതാവ് എന്റെ ജീവിതത്തിൽ തന്ന ഒരു ബ്ലെസ്സിങ് ആണ്. പക്ഷെ അതിലൊന്നും മാനോ പുകഴ്ത്തോ പറയാതെ സകല മാനവും മഹത്വവും പുകഴ്ചയും എന്റെ പിതാവിന് കൊടുക്കുക. കാരണം വേറും ഒരു കാശിന് കൊള്ളാത്ത, ഒന്നിനും കൊള്ളാത്ത ഒരു പന്ന മണ്ണായിട്ട് മാറിക്കിടന്നവളാ ഞാൻ. ആ എന്നെ ഇന്ന് ദൈവമക്കളെ നിങ്ങളുടെ മുന്നിൽ കൊണ്ട് കർത്താവ് നിർത്തി ഇങ്ങനെ സംസാരിപ്പിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് ഓർക്കുന്നു, എൻ്റെ അടുത്ത് ആദ്യമായിട്ട് ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പേ ബിൻസിയാണ് ആദ്യമായിട്ട്, ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് ഓടി വന്ന കുഞ്ഞാണ്. എന്നെക്കാട്ടും ഇളയതാണെങ്കിൽ പോലും ഞാൻ ചിലപ്പോൾ എടീന്ന് വിളിക്കും ചിലപ്പം. പക്ഷെ എന്റെ ഹൃദയത്തിന് അതൊരു ആത്മീയ മാതാവിന് തുല്യമായിട്ടുള്ള വ്യക്തിജീവിതമാണ്. ഞാൻ ഇന്നും ഓർക്കുന്നു, ആദ്യമായിട്ട് ഒരു 3-4 വർഷങ്ങൾക്ക് ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്ത വ്യക്തിജീവിതങ്ങൾ. അപ്പം ഞങ്ങൾ ഒരേ റൂമിലായിരുന്നു. ഒരു 3-4 വർഷങ്ങൾക്ക് ശേഷം എന്റെ അടുത്ത് ചോദിച്ച ചോദ്യമുണ്ട്, ഷീനു, അന്ന് ഞങ്ങൾക്ക് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, സൂം മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഒരു വാക്ക് വചനം പറയാൻ പറ്റുമോ എന്നെടുത്ത് ചോദിച്ച ഒരു ദിവസം ഞാൻ ഇന്ന് നടന്നതുപോലെ ഞാൻ ഓർക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ അന്ന് ബിൻസി ആ കൈ നീട്ടി അടിച്ചില്ല. ബാക്കി എല്ലാം ചെയ്തു. കാരണം അതുപോലെ പേടിപ്പിച്ചു, വഴക്ക് പറഞ്ഞു ഓടിച്ച ഒരു അനുഭവം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം ദൈവവുമായിട്ട് എനിക്ക് അങ്ങനത്തെ രീതിയിൽ പോലും ബന്ധമില്ലായിരുന്ന എന്നെ ഇന്ന് അനേകർക്ക് മുന്നിൽ കർത്താവ് വചനമായിട്ട് നിർത്തുന്നുണ്ടെങ്കിൽ കർത്താവിന് അസാധ്യമായ ഒന്നുമില്ല. എത്ര കല്ലായ ഹൃദയത്തെ ഉടച്ച് പണിത് അല്ലെ, വ്യക്തമായി പറഞ്ഞ എന്തുവാ, കുശവന്റെ കയ്യിലിരിക്കുന്നത് അത് കളിമണ്ണ് ചീത്തയായി പോകും. ചില പാത്രങ്ങൾ നമ്മൾ അങ്ങനെയാണ്. പക്ഷെ ആ കുശവൻ ആ കളിമണ്ണിനെ കളയുന്നുണ്ടോ, ഉപേക്ഷിക്കുന്നുണ്ടോ? ഇല്ല. അദ്ദേഹത്തിന് തോന്നിയ പോലെ അനുഗ്രഹിക്കപ്പെട്ട പാത്രമാക്കി തീർക്കും. പക്ഷെ ഒന്ന് മാത്രം ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവമക്കളെ നിങ്ങളുടെ ജീവിതത്തിലും കർത്താവ് വലിയ സാക്ഷ്യത്തെ ചെയ്യും. അനുഗ്രഹിക്കപ്പെട്ട പാത്രമായി, അനേകർക്ക് പ്രയോജനപ്പെടുന്ന ഒരു പാത്രമായി, സാക്ഷ്യമായി കർത്താവ് നിങ്ങളെ നിർത്തുക തന്നെ ചെയ്യും. ഇയ്യോബിൽ പറയുന്നുണ്ട്, ഇയ്യോബ് 11:16 പറയുന്നുണ്ട്, അതെ, നീ കഷ്ടത മറക്കും, ഒഴുകിപ്പോകുന്ന വെള്ളം പോലെ അതിനെ ഓർക്കുമെന്ന് അല്ലെ. കഷ്ടത മറക്കും. നമ്മൾ ഇന്നത്തെ, ഞാൻ ഈ സത്യം പറഞ്ഞ എന്റെ ലൈഫ് പുറകോട്ട് ചിന്തിക്കുമ്പോൾ എനിക്കിന്ന് ആശ്ചര്യമാ, ഞാൻ എങ്ങനെ വെളിയിൽ വന്നു എന്ന്. കാരണം ഞാൻ അനുഭവിച്ച, ഞാൻ പറഞ്ഞു, എനിക്ക് ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ല. പക്ഷെ എന്റെ സ്ഥാനത്ത് വേറെ വ്യക്തിയായിരുന്നെങ്കിൽ ഞാൻ അനുഭവിച്ച കഷ്ടത, റിജക്ഷൻസ് നോക്കുമ്പോൾ അവർ ഇതിനോടകം ആത്മഹത്യ ചെയ്താനെ ഈ ഭൂമുഖത്ത് കാണത്തില്ലായിരുന്നു. പക്ഷെ ദൈവവിളിയുള്ള ഒരു വ്യക്തി ജീവിതത്തിൽ, ചില സെലിബ്രേഷൻസ്, ചില കോളിംഗ് ഉള്ള ജീവിതത്തിൽ കർത്താവ് കഷ്ടത തരുന്നത് നമ്മളെ പണിതെടുക്കാൻ വേണ്ടിയാണ്. ഞാൻ ഇത് പറയുമ്പോൾ ഞാൻ ഒരു വാക്കൂടെ ഞാൻ ആഡ് ചെയ്ത് പറഞ്ഞോട്ടെ. എന്റെ മമ്മി, ഞാൻ പറഞ്ഞല്ലോ, ആത്മീയത്തിൽ ശക്തമായി നിന്നൊരു വ്യക്തി ജീവിതം, പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾക്ക് നടുവിലാണ് എന്നെ മമ്മി പ്രസവിച്ചത്. 7-ാം മാസം തൊട്ട് പ്രസവവേദന എന്നെ കൊണ്ട് മമ്മി അനുഭവിച്ചിട്ടുണ്ട്. സാധാരണ എല്ലാ അമ്മമാരും, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഏകദേശം അമ്മമാരാണല്ലോ, മാതാക്കളാണല്ലോ, നിങ്ങൾക്കറിയാമല്ലോ. പ്രസവ വേദന എന്ന് പറയുന്നത് 9-ാം മാസത്തിൽ അനുഭവിക്കുന്ന ഒരു വികാരമാണ് പ്രസവ വേദന. അതിനുശേഷം കുഞ്ഞുങ്ങൾ ജനിക്കും. പക്ഷെ എന്റെ മമ്മി എന്നെ കൊണ്ട് 7-ാം മാസം തൊട്ട് പ്രസവ വേദന അനുഭവിച്ച ഒരു വ്യക്തി ജീവിതമാണ്. കാരണം അതുപോലെ കഷ്ടത, ഞാൻ വയറ്റിലായിരുന്ന സമയം തൊട്ട് കഷ്ടതയിൽ കൂടിയാണ് മമ്മി കടന്നുപോയത്. ഒരു 2 ആഴ്ച ഹോസ്പിറ്റലിൽ പോയി കിടക്കും, ഒരാഴ്ച വീട്ടിൽ വരും, വീണ്ടും വേദന. അങ്ങനെ 7-ാം മാസം തൊട്ട് വളരെ സ്ട്രഗിൾ കൂടി കടന്നുപോയ ഒരു ജന്മമായിരുന്നു, ഒരു ജനനമായിരുന്നു എന്റേത്.
പക്ഷെ ഞാൻ ജനിച്ച് 3-ാമത്തെ ദിവസം മമ്മി അന്ന് സ്നാനപ്പെടുത്തിയ PC എബ്രഹാം സർ, അദ്ദേഹത്തിന് ഇന്ന് നല്ല ഏജിലുണ്ട്, ഇതിന് 96 വയസ്സോളം ഉണ്ട്. അദ്ദേഹം 3-ാമത്തെ ദിവസം, ഓർത്തോണം, ചോര കുഞ്ഞായിരുന്ന എന്നെ 3-ാമത്തെ ദിവസം കരങ്ങളിലെടുത്ത് സുവിശേഷ വേലയ്ക്ക് വേണ്ടി പ്രതിഷ്ഠിച്ച വ്യക്തി ജീവിതമാണ് ഞാൻ. പക്ഷേ ഏതാണ്ട് ഒരു 10-38 വർഷക്കാലം എന്റെ ഇഷ്ടപ്രകാരം, അല്ലെങ്കിൽ ദൈവത്തെ അറിയാതെ നിഗളിച്ച് പലവിധമായ സാഹചര്യത്തിൽ കൂടി, എന്റെ സാഹചര്യങ്ങൾ അങ്ങനെയായിരുന്നു. ഒരിക്കലും ഞാൻ സാഹചര്യത്തെ ഞാൻ സപ്പോർട്ട് ചെയ്ത് പറയല്ല, പക്ഷെ അന്നൊരു പൂർണ്ണതയോടെ ചില കാര്യങ്ങളിലേക്ക് നമ്മൾ കടത്തി വിടുവാൻ നമുക്ക് ആരുമില്ലായിരുന്നു. ചില ക്ലിയറൻസുകൾ ചെയ്യുവാൻ ആരുമില്ലായിരുന്നു. ആ അവസ്ഥയിൽ കൂടി കടന്നു പോയപ്പോൾ എന്റെ ജീവിതം ആകെ താറുമാറായി. ഞാൻ പക്ഷേ കർത്താവ് തകരുവാനോ കളയുവാനോ ഇടയാക്കിയില്ല. ഇന്ന് സാക്ഷ്യത്തോടെ നിങ്ങളുടെ മുന്നിലായിരിക്കുന്നുവെങ്കിൽ കർത്താവിന്റെ കൃപയൊന്നും മാത്രമല്ലേ. പൗലോസ് പറയുന്ന പോലെ ആ കൃപ, അല്ലെ, നമുക്ക് കുറവശങ്ങളുണ്ട്, കർത്താവിന്റെ കൃപ മാത്രം മതി. ആ കൃപയുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം, ഒരുപക്ഷെ നിങ്ങളുടെ ഹൃദയത്തിൽ കൂടി കടന്നു പോകാം, എന്ത് റൈറ്റ് ഉണ്ട്, മാനുഷ്യമായി നോക്കുമ്പോൾ എന്ത് റൈറ്റ് നിങ്ങൾക്ക് ഇപ്പോഴും സംസാരിക്കാനുണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് ഒന്നു മാത്രമേ ഉള്ളൂ. മാനുഷ്യമായി നോക്കുമ്പോൾ ഒരുപാട് ബലഹീനതകൾ, കുറവശങ്ങൾ, എനിക്ക് ഒരുപാട് നെഗറ്റീവ് വശങ്ങൾ ഇപ്പോഴും ഉണ്ട്. പക്ഷെ ഒന്നുണ്ട്, ഇതിനെല്ലാം തികഞ്ഞു വരുന്നൊരു ദൈവിക കൃപ എന്റെ കൂടെ ഉള്ളപ്പോൾ ഞാൻ മനുഷ്യരുടെ മുഖത്തേക്ക് ഞാനിപ്പോ നോക്കാറില്ല, അപമാനങ്ങൾ ശ്രദ്ധിക്കാറില്ല. പല വ്യക്തി ജീവിതങ്ങളും ഞാൻ വചനവുമായിട്ട് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ പേഴ്സണലി എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഈ കുറവശമായിട്ട് നീ എങ്ങനാ വചനം പറയുന്നതെന്ന് ചോദിക്കും. ഞാൻ മാനുഷ്യ കുറവുകളെ ഞാൻ നോക്കാറില്ല. എന്റെ ജീവിതത്തിൽ ചില കഷ്ടതകൾ, പ്രയാസങ്ങൾ കടന്നു വന്നു, അല്ലെ, നമ്മൾ ഒരുത്തൻ ക്രിസ്തുവിലായി പുതിയ സൃഷ്ടിയാകുന്നു. പക്ഷെ നമ്മുടെ സമൂഹം അത് സമ്മതിക്കത്തില്ല. എനിക്കത് സാരമില്ല എന്നെണ്ണി ഈ ദിവസങ്ങളിലായിരിക്കും എന്റെ ജീവിതത്തിലും ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, കർത്താവേ, ഇത്ര കുറവശങ്ങൾ എന്റെ ജീവിതത്തിലുണ്ട്, ഞാൻ പോയി വചനം പറഞ്ഞാൽ അല്ല അക്സെപ്റ്റ് ചെയ്യുവോ, പ്രവചിച്ചാൽ അല്ല അക്സെപ്റ്റ് ചെയ്യുവോ, ഞാൻ സാക്ഷ്യം പറഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യുമോ എന്നൊരു ക്വസ്റ്റ്യൻ മാർക്ക് എന്റെ ജീവിതത്തിലും ഉണ്ടായിരുന്നു ദൈവമക്കളെ. പക്ഷേ അതിനെല്ലാം മാറ്റിമറിച്ച് ഇന്ന് ദൈവശക്തിയോടെ, ദൈവകൃപയോടെ, അല്ലെ, കൃപയെന്നല്ലാതെ വേറെ ഒന്നും പറയുവാനില്ല, കർത്താവിന് സകല മാനവും മഹത്വം കൊടുത്ത് ഞാൻ ഇന്നിവിടെ കുവൈറ്റിന്റെ പ്രദേശത്തായിരിക്കുന്നുവെങ്കിൽ ഞാൻ ഇന്നലെ ഫ്ലൈറ്റിൽ ഇരുന്നപ്പോൾ കൂടി ഞാൻ ഓർത്തൊരു കാര്യം, ഫ്ലൈറ്റ് നമ്മൾ മേളിൽ കൂടെ പോകുന്നത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. കുവൈറ്റിൽ നിന്ന് എന്റെ സ്വപ്നത്തിലുള്ള ഒരു കണം നിങ്ങൾക്കറിയാം. ഞാൻ പറഞ്ഞു, എന്റെ വിദ്യാഭ്യാസത്തെ പറ്റി ഞാൻ പറഞ്ഞു, എനിക്കൊരു നല്ലൊരു ഒരു ഒരു അടിസ്ഥാനം കിട്ടിയവളല്ല. ഈവൻ നഴ്സിംഗിൽ പോലും ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ മീറ്റിംഗിൽ ഞാൻ സാക്ഷ്യമായി പറഞ്ഞു, നഴ്സിംഗിലും എനിക്കൊരു അടിസ്ഥാനം കിട്ടിയവളല്ല. ഞാൻ 6 തവണ അനാട്ടമി എഴുതിയ വ്യക്തി ജീവിതമാണ്. എനിക്ക് പലപ്പോഴും അത്ഭുതം. പക്ഷേ GNM പഠിച്ച് പോസ്റ്റ് BSc പഠിപ്പിച്ച് എന്നെ കർത്താവ് ഇവിടെ കൊണ്ടിരുത്തിയിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇവിടെ വന്ന് മിനിസ്ട്രി എക്സാം എഴുതിയപ്പോഴും ഫസ്റ്റ് എക്സാം ഞാൻ തോറ്റുപോയി. സെക്കൻഡ് എക്സാം ഞാൻ പറഞ്ഞു, എന്റെ അപ്പ ഇനി എന്താ ദൈവമേ ചെയ്യുക, തോറ്റുപോയാൽ തീർന്നല്ലോ എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ഇന്നും അറിയാം, അന്ന് എന്റെ മാർക്ക് റൈറ്റേ ഇല്ല. ഞാൻ സത്യം പറഞ്ഞ എനിക്ക് ലൈസൻസ് കിട്ടാൻ റൈറ്റേ ഇല്ലാത്തത് കർത്താവ് എനിക്ക് വേണ്ടി അത്ഭുതത്തെ ചെയ്തു. കാരണം ഞാൻ എഴുതിയ മാർക്ക് വെച്ച് നോക്കുമ്പോൾ ഞാൻ ജയിക്കാൻ സാധ്യതകളില്ല. എന്തുകൊണ്ട് ദൈവമക്കളെ ഇത് പറഞ്ഞു വെച്ചാൽ, ദൈവം ഒരു വ്യക്തിയെ കണ്ടിട്ടുണ്ടെങ്കിൽ ചില കഷ്ടതകൾ, പ്രയാസങ്ങൾ നമുക്ക് തന്ന് നമ്മളെ പണിതെടുത്ത് വെളിയിൽ കൊണ്ടുവരുന്നത് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാനാ. മാനുഷ്യ കഴിവുകൾ നോക്കിയല്ല കർത്താവ് നമ്മളെ തെരഞ്ഞെടുക്കുന്നത്. മാനുഷ്യമായിട്ടുള്ള ക്വാളിറ്റി നമ്മുടെ ജീവിതത്തിൽ ആവശ്യമില്ല. അങ്ങനെ ഉണ്ട് എങ്കിൽ പല വ്യക്തി ജീവിതങ്ങൾ പറഞ്ഞുണ്ട്, ആ ക്വാളിറ്റി വേണം, ഈ ക്വാളിറ്റി വേണം എന്ന് പല മാനുഷ്യ ക്വാളിറ്റികൾ പറയാറുണ്ട്. പക്ഷെ ദൈവം നോക്കുന്നത് മാനുഷ്യ ക്വാളിറ്റികളല്ല. ഒറ്റ കാര്യമേ ഉള്ളൂ, ആ കുശവന്റെ കയ്യിൽ ആ കളിമണ്ണ് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണോ കർത്താവ്, അത് മാത്രമേ നോക്കാറുള്ളൂ. ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ ആ ഒരു മെന്റാലിറ്റിയോടെ ദൈവസന്നിധിയിലായിരിക്കുന്നുവെങ്കിൽ എനിക്ക് അത്ഭുതത്തോടെ, അതിശയത്തോടെ എന്നെ നിർത്തിയ കർത്താവ് നിങ്ങളെ നിർത്തും, നിങ്ങളെ മാനിക്കും, അത്ഭുതകരമായ വിടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ തരും. ഇന്ന് ആരെന്ത് പ്രയാസത്തോടെ ആയിരിക്കുന്നോ അവരുടെ ജീവിതത്തിൽ കർത്താവ് വലിയ വിടുതൽ തന്നെ ചെയ്യും. പ്രശ്നമുണ്ടോ ചോദിച്ചാൽ ഉണ്ട്, പ്രതിസന്ധി ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട്. പക്ഷെ അതിനെല്ലാം മറികടക്കാനുള്ള ഒരു കൃപ ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്ന് മാനിക്കുക തന്നെ ചെയ്യും. ഇന്ന് എന്റെ ഭവനം വളരെ, ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരു 50 days 2 weeks ഞാൻ നാട്ടിലേക്ക് കടന്നു പോയിട്ട് ഞാൻ തിരിച്ച് ഇന്നലെയാണ് ഞാൻ റിട്ടേൺ ഞാൻ കുവൈറ്റിലേക്ക് കടന്നു വന്നത്. അത്ഭുതകരമായ സന്തോഷകരമായ ഒരു കുടുംബ ജീവിതം, മീൻസ് എന്റെ ഫാമിലിയിൽ എല്ലാവരുമായിട്ട് സന്തോഷത്തോടെ സമാധാനത്തോടെ, എന്റെ നാട്ടുകാര്, വീട്ടുകാർ, കസിൻസിനെ ഒക്കെ വർഷങ്ങൾക്ക് ശേഷം കാണാൻ തൊക്കണമിടയായി. വളരെ ഹാപ്പിയായി ആയിരിക്കാൻ തൊക്കെ ദൈവം എന്റെ ജീവിതത്തിൽ ഭാഗ്യം തന്നു. അത് നമ്മൾ കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുമ്പ് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയും, അതാ പറഞ്ഞത്, നമ്മുടെ കഷ്ടതകൾ ഒഴുകിപ്പോവും, നമ്മൾ അതിനെ മറക്കും. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് വന്നു കഴിഞ്ഞാൽ ഏൽപ്പിക്കാൻ നമ്മൾ തയ്യാറാവുകയാണെങ്കിൽ അത്ഭുത വിഷയമാക്കി ദൈവം എന്നെ മാറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് പ്രാഗൽഭ്യത്തോടെ പറയാൻ പറ്റും, നിങ്ങളെ മാറ്റും. കാരണം അതുപോലെ തെറ്റുകൾ, കുറവുകൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എന്നെ കഴുകി ശുദ്ധീകരിച്ച്, അപ്പന്റെ രക്തം കൊണ്ട് കഴുകി ശുദ്ധീകരിച്ച് ഇന്ന് എന്നെ ഇങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ ദൈവമക്കളെ, അതുകൊണ്ട് തന്നെയാ പറയുന്നത്, ദൈവം നമ്മുടെ ജീവിതത്തിലെ ബലഹീനതകൾ നോക്കി വിലയിടുന്ന ദൈവത്തെ അല്ല നമ്മൾ വിളിക്കുന്നത്.
ഒരിക്കലും ഇന്ന ക്വാളിഫിക്കേഷൻ വേണം, ഡിഗ്രി വേണം, അത് വേണം, ഇത് വേണം എന്ന് പറഞ്ഞ് ഒരു ലിസ്റ്റ് വെച്ച് സെലക്ട് ചെയ്യുന്ന ഒരു ദൈവത്തെ അല്ല നമ്മൾ വിളിക്കുന്നത്. ഒന്ന് മാത്രം ഹൃദയശുദ്ധിയോടെ ദൈവത്തെ ഏൽപ്പിക്കാൻ, ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ കർത്താവ് നമ്മളോട് സംസാരിക്കും. ദൈവകൃപയാൽ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ, ദൈവത്തിന്റെ സാന്നിധ്യം മനസ്സിലാക്കുവാൻ, ദൈവം സംസാരിക്കുന്ന പാട്ടൊക്കെ എഴുതാൻ കർത്താവിന്റെ ജീവിതത്തിൽ കൃപ വന്നു. എനിക്കിത് മാത്രമേ പറയാനുള്ളൂ. കൃപയെന്നല്ലാതെ ഒന്നുമില്ല എന്റെ ജീവിതത്തിൽ. നാളെ എന്റെ ജീവിതം, ഇന്ന് ഈ മീറ്റിംഗ് കഴിഞ്ഞ അടുത്ത സെക്കൻഡ് ഞാൻ ഉണ്ടോ ഇല്ലയോ, ഈ ഭൂമുഖത്ത് ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ എനിക്ക് ഒന്ന് പറയാൻ പറ്റും, കർത്താവ് എന്റെ ജീവിതത്തിൽ തന്നത് കൃപയൊന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇനിയുള്ള ദിവസങ്ങളിൽ കർത്താവിന് വേണ്ടി നിൽക്കുക. അദ്ദേഹം പറഞ്ഞത് പൂർണ്ണ മനസ്സോടെ ചെയ്യാൻ തയ്യാറാകുക എന്നത് മാത്രമാണ് എന്റെ ജീവിതത്തിലെ പ്രാർത്ഥനയും എല്ലാം. കൃപയാൽ കർത്താവ് ഓരോ ദിവസവും അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു വചനം ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് സാക്ഷ്യം പറയുക എന്നതായിരുന്നു എന്റെ കർത്താവ് എന്റെ ജീവിതത്തിൽ ഏൽപ്പിച്ചത്. ഞാൻ ഇത്രയും സാക്ഷ്യം ഞാൻ ഇന്ന് വരെ ആദ്യം ഞാൻ വെളിയിൽ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇന്ന് പറയേണ്ടത് ആവശ്യമായിരുന്നു. അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ കർത്താവിനെ ഇന്ന് മാനിച്ച് നടത്തുന്നു. കർത്താവ് അത്ഭുതമായി നടത്തുന്നു, സാക്ഷ്യമായി നിർത്തുന്നു. പലരുടെ മുന്നിൽ സന്തോഷത്തോടെ അയൽപ്പതാക്കണം. ദൈവം എന്നെ മാനിച്ച് നടത്തുന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും 100% എനിക്ക് നിങ്ങൾക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റും, ആ ദൈവം ഇന്നും ജീവിക്കുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പുള്ള ദൈവം അന്ന് തീർന്നു എന്നല്ല പറഞ്ഞത്. ഉയർത്തെഴുന്നേറ്റ് കർത്താവ് നമ്മളെ കൈവഴിഞ്ഞിട്ട് പോയി എന്നല്ല പറഞ്ഞത്. അതേ ദൈവം, അതേ പവർഫുൾ ആയ ദൈവം, ജീവനുള്ള ദൈവം നമ്മൾ സംസാരിക്കുമ്പോഴും നമ്മുടെ അടുത്തുണ്ട്. അദ്ദേഹത്തിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ കരയുമ്പോൾ നമ്മുടെ കണ്ണുനീരിനെ കാണുന്നുണ്ട്. നമ്മൾ ചിരിക്കുമ്പോൾ നമ്മുടെ കൂടെ ചിരിക്കുന്നുണ്ട്. നമ്മുടെ എല്ലാ അവസ്ഥയിലും നമ്മുടെ കൂടെ ഇരുന്ന് നമ്മളെ കാത്തു പരിപാലിക്കുന്ന ഒരു ദൈവത്തെ തന്നെയാണ് നമ്മൾ വിളിക്കുന്നത്. അതുകൊണ്ട് ഏൽപ്പിച്ചു കൊടുക്കാം. കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ ഏൽപ്പിച്ചു കൊടുക്കുക. മനോഹരമായ പാത്രമാക്കി കർത്താവ് നമ്മളെ മെനയുക തന്നെ ചെയ്യും. ഈ വചനം എല്ലാവരുടെ ജീവിതത്തിൽ അനുഗ്രഹമാട്ടെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തിക്കൊള്ളുന്നു. ഈ ഒരു അവസരം